نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നത്, അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ളതുമായ ഒരു ഗ്രന്ഥം. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അതുനിമിത്തം രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അല്ലാഹുവെ സ്മരിക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു. അതത്രേ അല്ലാഹുവിന്റെ മാർഗദർശനം. അതു മുഖേന താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. വല്ലവനെയും അവൻ പിഴവിലാക്കുന്ന പക്ഷം അവന് വഴികാട്ടാൻ ആരും തന്നെയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد يسرنا القرآن للذكر فهل من مدكر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹഗണ്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ച റബ്ബിന്റെ ആജ്ഞാനുവർത്തികളായി സംശുദ്ധമായ ജീവിതം നയിക്കാൻ അവൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പകർത്തുവാനും അത് ജീവിതത്തിൻ്റെ വെളിച്ചവും വിളക്കുമായി മാറുവാനുമുള്ള സാരഗർഭമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് തൊട്ടു മുമ്പേ നമ്മളെല്ലാവരും ശ്രവിച്ചത്. നമ്മൾ കുടുംബമായി, കുട്ടികളുമായി, സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നവരാണ്. മനുഷ്യൻ മാത്രമാണ് പരസ്പര ധാരണയിൽ, പരസ്പര വിശ്വാസത്തിൽ, പരസ്പര ആദരവിൽ, അംഗീകാരത്തിൽ ഒരുമിച്ചൊന്നായി ജീവിക്കുന്ന മറ്റു ജീവ അങ്ങനെ ഒരു സാമൂഹ്യമായ ബോധം ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വളരെ ഗഹനമായ പഠനങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ അടയാളങ്ങൾ നേരിട്ട് കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് അവൻ നമ്മുടെ മുമ്പിൽ നമ്മിലൂടെ തന്നെ കാണിച്ചു തരുന്ന ഒരു വലിയ ദൃഷ്ടാന്തമെന്ന നിലക്ക് ദാമ്പത്യത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഭിന്ന ശരീരപ്രകൃതിയുള്ള, ഭിന്ന മാനസികാവസ്ഥയുള്ള, ഭിന്നമായ സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമുള്ള, ഭിന്നമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളുമുള്ള ഭിന്നമായ രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം പിന്നിട്ട രണ്ടു വ്യക്തികൾ
ഒരു പ്രത്യേകമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒന്നാകുന്ന, ഒരുമിച്ചൊന്നായി പങ്കുവച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം. അതാണ് പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നതിൻ്റെ അടയാളമായി ഖുർആൻ വരച്ചു കാണിച്ചത്. മിനായാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഈ ആയത്ത് അറിയാത്തവരല്ല നമ്മൾ. പടച്ചവനെ കണ്ടെത്താൻ, അവന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങളെ തന്നെ നോക്കിയാൽ, നിങ്ങൾക്കിടയിലുള്ള ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും നോക്കിയാൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയത് എങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ഒരു ഉണ്ടാവേണ്ടതുണ്ട്. തുടങ്ങിവെച്ച വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം വരാം. വിശുദ്ധ ഖുർആൻ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്, വഴികാട്ടിയാണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ആ പ്രകാശം പ്രദാനം ചെയ്യുന്ന വിളക്കിനെയും അത് നിലകൊള്ളുന്ന വിളക്കുമാടത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടിനെയും വളരെ മനോഹരമായി, വളരെ വിശദമായി, വിസ്തൃതമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രകാശമാണ് അല്ലാഹുവിന്റെ ഖുർആനെന്നും അത് സ്ഥാപിക്കുവാനുള്ള വിളക്കുമാടമാണ് നമ്മുടെ ഹൃദയമെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറുന്നത്. നമ്മുടെ മനസ്സിനെ ഒരു വിളക്കുമാടമായി സ്വീകരിച്ച് വിശുദ്ധ ഖുർആൻ എന്ന കെടാവിളക്കിനെ അവിടെ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് നൽകുന്ന ആ വെളിച്ചം എല്ലാ ഇരുട്ടുകളെയും അകറ്റിക്കളയുന്ന, ജീവിതത്തെ പ്രകാശമാനമാക്കുന്ന അത്ഭുതകരമായിരിക്കുന്നൊരു പ്രതിഭാസം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മുടെ മുമ്പിൽ വെച്ചത്. അതുകൊണ്ടാണ് ഇത് പഠിക്കുവാനും പകർത്തുവാനും പ്രായഭേദങ്ങളോ ലിംഗഭേദങ്ങളോ നിർണയിക്കപ്പെടാതെ പോയത്. ഇത് പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാതെ പോയത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ ഏത് കോഴ്സിന് ഒരു കുട്ടി ചേരണമെങ്കിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒന്ന് നിർണയിക്കാതെ പഠിക്കാൻ വേണ്ടി, പകർത്താൻ വേണ്ടി നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന ഗ്രന്ഥം അതാണ് ഖുർആൻ. അതിൻ്റെ ഒന്നാമത്തെ പഠിതാവും ഒന്നാമത്തെ അധ്യാപകനും അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. നിരക്ഷരായിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ, ഒരക്ഷരം എഴുതുവാനോ വായിക്കുവാനോ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടില്ലാത്ത, തന്റെ മാതാവിന്റെ, തന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ച വിജ്ഞാനങ്ങൾക്കപ്പുറത്ത് മറ്റു വിജ്ഞാനങ്ങളൊന്നും നേടിയെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ പഠിതാവ്. ആ മനുഷ്യനാണ് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ അധ്യാപകൻ. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില സംഗതികൾ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതെന്തുകൊണ്ട്? അള്ളാഹു അതിനെ പരിചയപ്പെടുത്തിയത് ഹുദൻ ലിന്നാസ്, മനുഷ്യകുലത്തിനുള്ള മാർഗദർശനമാണ്. മനുഷ്യകുലത്തിൽ എല്ലാവരും ഉണ്ടാവും. നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരുണ്ടാവും. ധാരാളമായി പഠിക്കാൻ അവസരം കിട്ടിയവരും ഒന്നും പഠിക്കാൻ അവസരം കിട്ടാത്തവരും ഉണ്ടാവും. പല സാഹചര്യങ്ങളിലും പല പ്രത്യേകമായിരിക്കുന്ന ചുറ്റുപാടുകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അങ്ങനെ വിഭിന്നമായ വ്യത്യസ്തമായ ജീവിതശൈലികളിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും പഠിക്കാനും പകർത്താനും ഉള്ളതാണ് വിശുദ്ധ ഖുർആനെങ്കിൽ തീർച്ചയായും അവിടെ ആ പറഞ്ഞിരിക്കുന്ന കാര്യം
അത് പഠിച്ചെടുക്കാൻ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഖുർആൻ പഠനത്തിന്റെ 2-3 ഘട്ടങ്ങൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ. വിശുദ്ധ ഖുർആന്റെ പാരായണം അതൊരു ഘട്ടമാണ്. ആ പാരായണമാണ് നമ്മുടെ മക്കൾ മദ്രസകൾ വഴിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ച് ശ്രുതി മധുരമായി മനോഹരമായി പാരായണം ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത് പുണ്യമുള്ള കാര്യവുമാണ്. റസൂൽ പറയുന്നത് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അത് കേവലം ഒരക്ഷരമല്ല, അത് 3 അക്ഷരമാണ്. ഓരോ അക്ഷരവും ഉരുവിടുമ്പോൾ അതിന് 10 പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്ന് ഉരുവിടുമ്പോൾ ലഭിക്കുന്നത് 30 പ്രതിഫലമാണ് എന്ന് പഠിപ്പിച്ച റസൂൽ പാരായണത്തിന് പുണ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു പാരായണ പുണ്യം വാങ്ങുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ അതിങ്ങനെ ഘട്ടം ഘട്ടമായി 23 വർഷങ്ങൾ കൊണ്ട് കുറേശ്ശെ ഗ്രാജുവലായി നൽകേണ്ടിയിരുന്നില്ല. അവിടെയാണ് ഇത് പഠിക്കാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഖുർആൻ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ഏരിയകളുണ്ട്. അതിലൊന്ന് ഖുർആനിന്റെ അർത്ഥപഠനമാണ്. ഖുർആനിന്റെ അർത്ഥം മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക്, ഹിന്ദിയിലേക്ക്, നമുക്കറിയുന്ന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ്. പക്ഷെ അവിടെയുള്ള ചില പരിമിതികൾ. വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണല്ലോ. അറബി ഭാഷയിലെ അതിപ്രധാനമായ പല പദങ്ങളും മലയാള ഭാഷക്ക് വളരെ കുറച്ചു മാത്രമേ വഴങ്ങുകയുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ മുഅ്മിനുകളാണ്. മുഅ്മിനുകൾ എന്നതിനെ നമ്മൾ മലയാളീകരിച്ചാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ 2 പദങ്ങൾ തമ്മിൽ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഈമാൻ എന്ന പദത്തെ മലയാളീകരിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും അത് ഒറ്റവാചകത്തിൽ സാധ്യമല്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതിൽ ഏറ്റവും അതിനോട് ചേരാവുന്നത് എന്ന നിലക്കാണ് ഈമാനിന് വിശ്വാസമെന്ന് നമ്മൾ ചേർത്ത് വെച്ചത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഖുർആനെ മലയാളീകരിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൽക്കരിച്ചത്, അല്ലെങ്കിൽ ഹിന്ദി വൽക്കരിച്ചത്. അത് പഠിക്കുമ്പോൾ ഖുർആനിന്റെ ആശയങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. മൂന്നാമത്തെ ഒരു പഠനം ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ്. തഫ്സീറുകൾ മലയാളത്തിലുണ്ട്, ഉറുദുവിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, അറബിയിൽ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തഫ്സീറുകളുടെ ഒരു പ്രത്യേകത, അതിലൊരു ആയത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിനെ അനുബന്ധമായി അല്ലെങ്കിൽ അതേ സംഗതി വിശദീകരിക്കുന്ന മറ്റു ആയത്തുകൾ ഉണ്ടെങ്കിൽ അവിടെ ചേർത്ത് വെച്ചിരിക്കും. ഈ ആയത്ത് അവതരിക്കാൻ പ്രത്യേക പശ്ചാത്തലങ്ങളുണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചിരിക്കും. ഇതേ ആയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായ വല്ല നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകിയിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ കാണും. പിന്നെയുള്ളത് പ്രമുഖരായ സ്വഹാബികൾ ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതും ചില തഫ്സീറുകളെങ്കിലും കാണാൻ കഴിയും. ഈ 4 ഭാഗങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ തഫ്സീർ എഴുതിയിരിക്കുന്ന മുഫസ്സിർ ആരാണോ അയാൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ഭാഷയിൽ അയാളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എഴുതി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ പഠനം ആ തഫ്സീറിലും ഒതുക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുക ഒരു പ്രത്യേക നൂറ്റാണ്ടിൽ ജീവിച്ച പ്രത്യേകമായിരിക്കുന്ന ഏതാനും മനുഷ്യരുടെ ചിന്തകളിലാണ്, അല്ലെങ്കിൽ ആലോചനകളിലാണ്. ഖുർആൻ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ലോകം അവസാനിക്കുന്നവരെ അവിടെ മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യന്മാർക്കൊക്കെ വേണ്ടിയുള്ള മാർഗദർശനമാണ്. അത് ഏതൊരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സമുദായത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലെ ഏതാനും ചില ആളുകൾക്ക് മനസ്സിലാകുന്നു. അവരെന്താണോ എഴുതി വെച്ചത് അതിനെ അന്ധമായി അതിനെക്കുറിച്ചൊരു ആലോചനയുമില്ലാതെ അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് നമ്മൾ വേണ്ടത് എന്നും ആര് വിചാരിച്ചാലും ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം, ഇത് ഏത് തഫ്സീറിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം എന്നാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം അസ്ഥാനത്തല്ല, അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ വല്ല തഫ്സീറും ഉണ്ടോ എന്ന് അന്വേഷിക്കുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു തഫ്സീറിനും അങ്ങനെ ഒരു വ്യാഖ്യാനമില്ല, ഒരു വിശദീകരണമില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ആയത്തുകളെ കുറിച്ച് ആലോചിച്ചുകൂടാ.
പുതിയതൊന്നും കണ്ടെത്തിക്കൂടാ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹുദൽ ലിന്നാസ് എന്നിടത്തേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്വഹാബികൾ ഖുർആൻ പഠിച്ചത് അങ്ങനെയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രവാചക തിരുമേനി എന്ന അധ്യാപകരിൽ നിന്ന് ആദ്യമായി ഖുർആൻ പഠിക്കുന്ന പഠിതാവ് 55 വയസ്സുള്ള ഖദീജ ബീവി എന്ന വീട്ടമ്മയാണ്. അവർക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, കുറച്ച് കച്ചവട പരിചയമുണ്ട്, ഒരു കുടുംബത്തെ നയിച്ചുള്ള പാരമ്പര്യമുണ്ട്, ഒരു കുടുംബിനി. അവരാണ് പ്രവാചക തിരുമേനിയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതും പഠിക്കുന്നതും പകർത്തുന്നതും. രണ്ടാമത്തെ പഠിതാവ് 38 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. മൂന്നാമത്തെ പഠിതാവ് 10 വയസ്സുള്ള അലി ഇബ്നു അബീ ത്വാലിബാണ്. വിദ്യാഭ്യാസം നേടാൻ അവസരമുണ്ട്. എന്നാൽ ഈ മൂന്നാളുകൾക്കും ഖുർആൻ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഖുർആൻ പഠനത്തിന് പ്രായ ലിംഗ ഭേദങ്ങളില്ല. ഒന്ന്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെട്ടിരിക്കുന്ന സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗം 5 ആയത്ത്, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഭാഗം. അത് ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിച്ചു വന്നപ്പോ ഖുർആന്റെ അവസാനത്തെ ജുസുകളിലാണ് ചേർത്ത് വെച്ചത്. ആദ്യമായി നമ്മൾ വായിക്കുന്ന പല ഭാഗങ്ങളും പലതും അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്ന ഓർഡറിലല്ല ഖുർആൻ നമുക്ക് ലഭിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദുനിയാവിലുള്ള ഏത് പുസ്തകം പരിശോധിച്ചാലും, നമ്മുടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ സിലബസിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇപ്പൊ +2 മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആദ്യത്തെ 2 ചാപ്റ്റർ എടുക്കുമ്പോൾ ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല, ഹാജരാൻ പറ്റില്ല, എന്തോ കാരണത്താലും വന്നില്ല. സ്വാഭാവികമായി മൂന്നാമത്തെ ചാപ്റ്റർ ആ കുട്ടിക്ക് വളരെ പ്രയാസകരമായിരിക്കും. 1ഉം 2ഉം പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നർത്ഥം. 3ഉം 4ഉം പഠിക്കാതെ 5 എത്താൻ കഴിയില്ല. എന്നാൽ ഖുർആന്റെ പ്രത്യേകതയോ, നമ്മൾ കയ്യിൽ ഖുർആൻ കൂടെ എടുത്തു, അങ്ങനെ മറിച്ചു നോക്കി, 199-ാമത്തെ പേജാണ് കൈ കിട്ടിയത്. അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പഠിച്ചു തുടങ്ങാം, 2 ഭാഗത്തേക്കും പഠിച്ചു തുടങ്ങാം. മേലോട്ട് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം, താഴോട്ട് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം. എങ്ങനെ തുടങ്ങിയാലും അവിടം മുതൽ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഗ്രന്ഥം. അങ്ങനെയും ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. മറ്റൊന്ന്, മനുഷ്യന്മാർ എഴുതിയുണ്ടാക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആമുഖത്തിൽ ആ ഗ്രന്ഥകർത്താവിന്റെ ഒരു ഏതാനും വാചകങ്ങളുണ്ടാവും, മിക്കവാറും കാണാം. അവിടെ എന്താ? ഈ ഗ്രന്ഥം എഴുതുമ്പോൾ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്, തെറ്റുകൾ വരാതിരിക്കാൻ പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്, വീണ്ടും വായിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അബദ്ധങ്ങളും പോരായ്മകളും തിരുത്തിയിട്ടുണ്ട്, പുറമേ ചില പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇത് വായിക്കാൻ കൊടുത്ത് അവരെ കൊണ്ട് തിരുത്തിച്ചിട്ടുണ്ട്. എന്നാലും മനുഷ്യ സഹജമായ പോരായ്മകളും അബദ്ധങ്ങളും വായനക്കാർ കണ്ടെത്തിയേക്കും. ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും, അടുത്ത പതിപ്പിൽ തിരുത്തുന്നതാണ്. ഇങ്ങനെ ഒരു ആമുഖം ഏതാണ്ട് എല്ലാ പുസ്തകത്തിന്റെയും മുമ്പിലുണ്ടാവും. ഖുർആന്റെ മുമ്പിൽ മാത്രം അതില്ലാത്തത്. ഖുർആൻ എന്താ പറയുന്നത്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. ഇതാണ് ഗ്രന്ഥം, ഇതിലൊരു തെറ്റില്ല, ഒരു അബദ്ധമില്ല, ഒരു പോരായ്മയില്ല, ഒരു സംശയത്തിന് പോലും വകുപ്പില്ല. ഉണ്ടെങ്കിൽ നോക്ക്. 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഖുർആൻ അതിനെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഇന്നോളമുള്ള ഖുർആനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അന്വേഷണങ്ങൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും വസ്തുതാപരമായി ഇതിൽ ഇന്നൊരു അബദ്ധമുണ്ട്, ഇന്നൊരു പോരായ്മയുണ്ട്, ഇന്നത് ചേർക്കേണ്ടതുണ്ട്, ഇന്നത് വെട്ടേണ്ടതുണ്ട് എന്ന് അടിസ്ഥാനപരമായി വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും സാധിച്ചിട്ടുണ്ടോ? ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് വരെ, ഇപ്പൊ ഇടമറുകാണ് കേരളത്തിൽ ഖുർആൻ വിമർശകരിൽ വലിയ ഒരു പങ്ക് വഹിച്ച ഒരാള്. പക്ഷെ ഇടമറുകന്റെ ഏറ്റവും വലിയ പരിമിതി എന്താ? അദ്ദേഹം പഠിച്ചിരിക്കുന്ന ഒരേ ഒരു മതം ക്രിസ്തുമതമാണ്. ക്രിസ്തുമതം കൃത്യമായി പഠിച്ചു, ബൈബിൾ കൃത്യമായി വായിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം മതം തന്നെ ഒഴിവാക്കിയത്. കാരണം മനുഷ്യബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത, മനുഷ്യന്റെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത, അതുകൊണ്ട് തന്നെ കാലോചിതമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ബൈബിളിനെയും ക്രിസ്തുമതത്തെയും പരിശീലിച്ചുകൊണ്ടാണ് അദ്ദേഹം മതവിരുദ്ധനായി, മതനിഷേധിയായി, മതവിമർശകനായി വന്നത്. ബൈബിളിനെതിരെ നടത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ തയ്യാറായപ്പോ തന്റെ കൂടെ ആളുണ്ടല്ലോ എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം എല്ലാ മതങ്ങളെയും വിമർശിക്കാൻ തുടങ്ങിയത്. അവിടെയാണ് ഖുർആനെ വിമർശിച്ചത്. പക്ഷെ ഖുർആനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ പഠിച്ചുകൊണ്ടല്ല വിമർശിച്ചത്, ബൈബിളിനെ പഠിച്ചുകൊണ്ടാണ് വിമർശിച്ചത്, ഖുർആൻ പഠിക്കാതെയാണ് വിമർശിച്ചത്.
പിന്നെന്താ നീ ചെയ്തത്? മുസ്ലിങ്ങളെ കണ്ടു. ഖുർആനിന് പലരും എഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കണ്ടു. മുസ്ലിങ്ങളുടെ ജീവിതത്തിലുള്ള അബദ്ധങ്ങളും ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥകർത്താവിന് സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഖുർആൻ വിമർശകനായി മാറിയത്. യഥാർത്ഥത്തിൽ ഖുർആനെ വിമർശിക്കണമെങ്കിൽ ഖുർആന്റെ ഭാഷയായിരിക്കുന്ന അറബിയിൽ ഒരു അടിസ്ഥാന പരിജ്ഞാനമെങ്കിലും ഉണ്ടാവേണ്ടിയിരുന്നു. അതില്ലാത്ത അദ്ദേഹം ഖുർആൻ പഠിച്ചുകൊണ്ടല്ല വിമർശിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് ലാ റൈബ ഫീ, ഒരു സംശയമില്ല, ഒരാശങ്ക ഉണ്ടാവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് വന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ. അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനം പാരായണത്തിലും അർത്ഥപഠനത്തിലും പലരും എഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ പഠനത്തിലും ഒതുക്കി നിർത്തുവാൻ കഴിയുമോ, അങ്ങനെ ഒതുക്കി നിർത്തേണ്ടതാണോ എന്ന് ആലോചിക്കണമെന്നാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കിട്ടും. ഞാൻ കുറഞ്ഞ സമയം സംസാരിക്കുന്നുള്ളൂ, കാരണം ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിർത്തലാണ് ആകെ തടസ്സം, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും. അപ്പോ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ പഠിച്ചിരിക്കുന്ന സ്വഹാബികൾ അവർ ഖുർആനെ എങ്ങനെയാണ് സമീപിച്ചത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നാട് ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ഖുർആൻ മജ്ലിസ് ഉണ്ടായിരുന്നു. ഒരു ഖുർആൻ മജ്ലിസ്. വളരെ പ്രമുഖരായ പ്രായം ചെന്ന തികഞ്ഞ അറിവുള്ള വലിയ പണ്ഡിതന്മാരായ സ്വഹാബി വര്യന്മാരാണ് ആ മജ്ലിസിലുള്ള ഭൂരിഭാഗം ആളുകൾ. ആ സദസ്സിലേക്ക് ഒരു ദിവസം ഉമർ ഖത്താബ് എന്ത് ചെയ്തു? ഒരു ചെറിയ കുട്ടിയെ വിളിച്ചു. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 16-17 വയസ്സിന്റെ താഴെ. ആ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ഇബ്നു അബ്ബാസിന് 13 വയസ്സേ ഉള്ളൂ. അപ്പൊ അത്രയും ചെറിയ കുട്ടി. ആ കുട്ടിയെ ആ സദസ്സിലേക്ക് വിളിച്ചപ്പോ കാരണവന്മാരിൽ ചിലർക്ക് അതങ്ങ് ദഹിച്ചില്ല. ഞങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ, ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയി ചെറുപ്പക്കാരനെങ്ങനെ വിളിക്കുന്നത്? അതൊരു അങ്ങനെ ഒരു ജനറേഷൻ ഗ്യാപ്പ്. ഇതെല്ലാ കാലത്തുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്, പണ്ടുണ്ട്. അതൊരു വിഷയമല്ല, ഇരിക്കട്ടെ. ഉമർ ഖത്താബ് അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തൃപ്തിപ്പെടുത്തി ബോധ്യപ്പെടുത്തി ഇബ്നു അബ്ബാസിന് ആ സദസ്സിൽ സീറ്റ് കൊടുത്തു. ആ സദസ്സിൽ വന്ന ഒരു ചർച്ച സൂറത്തുൻ നസ്റിനെ കുറിച്ചാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തിന്റെ വിവക്ഷ എന്താണ് എന്നാണ് ചർച്ച. പ്രമുഖരായ സ്വഹാബികളൊക്കെ പറഞ്ഞത്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ജനങ്ങൾ സംഘമായി ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പ്രവാചകരും സ്വഹാബികളുമൊക്കെ വളരെ വിനയത്തോടെ വിവേകത്തോടെ പശ്ചാത്താപബോധത്തോടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം എന്നാണ് സൂറത്തിന്റെ വിവക്ഷ. ആ വിവക്ഷക്ക് ഒരു തെറ്റുമില്ല, അത് ശരി തന്നെയാണ്, അതെല്ലാവരും സമ്മതിക്കും. പക്ഷെ ഉമർ ഖത്താബിന് അതങ്ങോട്ട് വേണ്ടത്ര തൃപ്തിയായില്ല. പോരാന്നൊരു തോന്നല അങ്ങനെ ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയി, ഒരുപാട് ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം, ആടും കോഴിയൊക്കെ ഉണ്ട്, മീനും പച്ചക്കറിയൊക്കെ ഉണ്ട്. എന്നാൽ അവിടുത്തെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നോക്കും നമ്മള് ആ മൂലയിൽ ഈ മൂലയൊക്കെ എന്താ എന്തെങ്കിലും മധുരം ഉണ്ടോ, ഒരു ഐസ്ക്രീം, ഒരു ഫ്രൂട്ട് സലാഡ്, ഇനി ഒന്നും കിട്ടില്ല ഒരു കഹുവ അല്ലെ, സോമ്പ്, ഇതൊക്കെ നമ്മളങ്ങനെ നോക്കും. അതെന്തിനാ? അതൊരു പൂർത്തീകരണത്തെ, ഒരു തൃപ്തിക്ക് വേണ്ടിയാണ്. എന്ന പോലെ ഉമർ ഖത്താബ് ചോദിച്ചത്, അല്ല ഇതിലേക്ക് ചേർത്ത് വെക്കാവുന്ന വല്ല അച്ചാറുണ്ടോന്നാണ്, വല്ല ഐസ്ക്രീമും കൂടെ തരാനുണ്ടോന്നാ. ഈ ചോദ്യം അദ്ദേഹം ചോദിച്ചത് ഇബ്നു അബ്ബാസ് എന്ന കുട്ടിയോടാ. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയനാണ് വെക്കാനുള്ളത്. ഈ സൂറത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഈ ലോകത്തൊരു വിട പറയാൻ സമയമായിരിക്കുന്നു, അഥവാ റസൂലയുടെ മരണസമയം അറിയിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന സൂറത്താണെന്ന്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, സ്വഹാബികൾക്കെല്ലാം അത് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെങ്ങിപ്പൊട്ടി കരയുന്നത് പലരും ശ്രദ്ധിച്ചത്. കാരണം അദ്ദേഹത്തിന് നേരത്തെ മനസ്സിലായിരുന്നു ഇത് റസൂലിനെ തിരിച്ചു വിളിക്കുന്ന സിമ്പലാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അത് ഈ ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിന്റെ ആലോചനയിലൂടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്, അത് പറഞ്ഞു കൊടുത്തല്ല. ആ അന്വേഷണത്തിന് ആലോചനക്ക് വലിയ സ്ഥാനവും മാനവുമാണ് രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നൽകിയത്. അതൊന്ന്. രണ്ടാമതൊരു സംഭവം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലഘട്ടം ഒരു ചെറുപ്പക്കാരൻ വന്ന് ഖലീഫയുടെ സന്നിധിയിൽ ഒരു പരാതി പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, ഞാൻ വിവാഹം കഴിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ, എന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ചു. 6 മാസം കൊണ്ട് ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എന്നേതാവൂല.
അതുകൊണ്ട് അവർക്കെതിരെ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി നടപ്പിലാക്കണം. അതുവരെയുള്ള അറിവും പരിചയവും അനുസരിച്ച് 6 മാസം കൊണ്ട് ഒരു പെൺകുട്ടി പ്രസവിക്കുക എന്നുള്ളത് സാധ്യമല്ല, സംഭവ്യമല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹം ഈ പെൺകുട്ടിക്കെതിരെ ശിക്ഷാ നടപടി വിധിക്കുന്ന നടപ്പിലാക്കുന്ന തിരക്കിലാണ്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ശിക്ഷ നടപ്പിലാക്കുന്ന മുമ്പ് എനിക്കും 2 കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം സൂറത്തുൽ ബഖറ 2-ാം അധ്യായം അതിലെ 232-ാമത്തെ ആയത്താണ് എന്റെ ഓർമ്മ, വലിയൊരു ആയത്താണ്. അതൊരു കഷ്ണം, വൽ വാലിദാത്തി യുർളിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, ഉമ്മമാര് മാതാക്കള് തങ്ങളുടെ മക്കൾക്ക് 2 വർഷം പൂർണ്ണമായി മുല കൊടുക്കട്ടെ, മുലപ്പാൽ കൊടുക്കട്ടെ. അതൊരായത്തിന്റെ കഷ്ടമാണ്. പിന്നെ അദ്ദേഹം ഓതിയത് 46-ാമത്തെ സൂറത്തുൽ അഹ്കാഫിലെ 15-ാമത്തെ ആയത്തിന്റെ മറ്റൊരു കഷ്ടമാണ്. വഹംലുഹു വഫിസ്വാലുഹു 30 ശഹ്റ. ഹംല് എന്ന് പറഞ്ഞാൽ ഗർഭധാരണം, ഫിസ്വാൽ എന്ന് പറഞ്ഞാൽ മുല കുടിച്ച് പൂർത്തിയാക്കല്. അപ്പൊ ഗർഭം ധരിക്കുവാനും മുലകൂടി പൂർത്തിയാക്കുവാനുമുള്ള കാലഘട്ടം 30 മാസമാണ്. ഇതിന് അദ്ദേഹം അവിടെ കണക്കൂടി വെച്ചു. ആദ്യത്തെ ആയത്തിലുള്ളത് മുല കുടിക്കുവാനും മാത്രം 2 വർഷം അഥവാ 24 മാസം. പിന്നെയുള്ളത് മുല കുടിക്കുവാനും ഗർഭം ധരിക്കുവാനും വേണ്ടി 30 മാസം. 30 24 മാസം കുറച്ച് എത്ര കിട്ടും? 6 മാസം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് പൂർണ്ണ വളർച്ചെത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അന്നത്തെ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള മഹാമനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് അതൊരു പുതിയ അറിവാണ്. അവിടെ കൂടിയിരിക്കുന്ന പ്രമുഖരായ സ്വഹാബികൾക്ക് മുഴുവൻ അത് പുതിയ അറിവാണ്. എന്താണ് പുതിയ അറിവിന്റെ പ്രത്യേകത? ഈ 2 സൂറത്തുകളും ഈ 2 ആയത്തുകളും എത്രയോ തവണ ആവർത്തിച്ച് അവരൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ 2-ാം സൂറത്തിലെ ഈ ആയത്തിന്റെ കഷ്ടവും 46-ാം അധ്യായത്തിൽ ആ ഒരു ആയത്തിന്റെ കഷ്ടവും ഒന്ന് ഒരുമിച്ച് വായിച്ചു നോക്കാൻ അവർക്കാർക്ക് തോന്നിയില്ല. അത്രേ ഉള്ളൂ. ഈ 2 ആയത്തുകളുടെ കഷ്ടങ്ങളൊന്ന് ഒരുമിച്ച് വായിക്കാൻ തോന്നിയത് 10-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബിനാണ്. ആ തോന്നൽ കൊണ്ടുണ്ടായ ഗുണം എന്താ? അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കം പ്രമുഖരായ സ്വഹാബികൾക്കും പിൽക്കാല മുസ്ലിങ്ങൾക്കും വലിയ ഒരു വിജ്ഞാനം ലഭിച്ചു. ആധുനിക ശാസ്ത്രം ആ വിഷയം തെളിയിച്ചിട്ടുണ്ട്. ഒരു വലിയ വിജ്ഞാനം. അതിലെല്ലാം ഉപരി നിരപരാധിയായിരിക്കുന്ന ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. ആ ചെറുപ്പക്കാരന് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി സമാധാനത്തോടെ വീട്ടിൽ പോകാൻ പറ്റി. ലോക ജനതക്ക് ഒരു വിജ്ഞാന ശാഖ തുറന്നു വെച്ചു. ഖുർആൻ പഠനത്തിന്റെ പഴയ പാരമ്പര്യത്തിലെ 1-2 ഏടുകൾ ഞാൻ സൂചിപ്പിച്ചത്. ഇത് പുതിയ കാലഘട്ടത്തിലും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനത്തിന് ദീർഘകാലം നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതനാണ് ബഹുമാനായ KP മുഹമ്മദ് മൗലവി. അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്, നല്ല സംഘാടകനാണ്, പ്രഭാഷകനാണ്. ഒരുപാട് സേവനം, തന്റെ ജീവിതം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് 1000കണക്കിന് ശിഷ്യന്മാരുണ്ട്. അതിൽ നല്ല ഖുർആനിൽ അവഗാഹം പാണ്ഡിത്യമുള്ള ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ള ശിഷ്യനായിരുന്നു ആര്? KK മുഹമ്മദ് സുല്ലമി. 2 മുഹമ്മദ്മാരാണ്. ഈ 2 മുഹമ്മദ്മാർ പലപ്പോഴും ഖുർആനികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ചർച്ച നടക്കുമ്പോൾ KPയോട് ചോദിച്ചു, സർ, സൂറത്തുൽ ബഖറയിൽ വലാ തുബാശിറൂഹുന്ന വഅൻതും ആഖിഫൂന ഫിൽ മസാജിദ് എന്ന ആയത്തിന്റെ വിവക്ഷ എന്താണെന്ന്. അപ്പൊ KP പറഞ്ഞു, എന്താ മുഹമ്മദേ സംശയം? പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമ്പോ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല എന്നാണ് അതിലുള്ളത് എന്നെല്ലാവർക്കും അറിഞ്ഞല്ല. ഇതിലിപ്പോ എന്തൊരു സംശയമാണ്? അപ്പൊ KK പറഞ്ഞു, അല്ല സർ, എനിക്ക് ആ ആയത്തിങ്ങനെ ഓതിയപ്പോ മനസ്സിലായത് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ദിനകൃത്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലൊക്കെ പോയി വരാം എന്നാണ് എനിക്ക് കിട്ടിയതെന്ന്. അപ്പൊ KP പറഞ്ഞു, അല്ല മുഹമ്മദ്, എന്താണ് ഈ പറയുന്നത്? ഈ ആയത്ത് വളരെ വ്യക്തമല്ലേ? വലാ തുബാശിറൂഹുന്ന വഅൻതും ആഖിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമ്പോ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ആയത്തുള്ളത്. പിന്നെ ഇങ്ങനെ വീട്ടിൽ പോകുന്ന വിഷയം കിട്ടിയത്. അപ്പൊ KK ഒരു മറുത്തൊരു ചോദ്യം ചോദിച്ചു, അല്ല സർ, ഒരാൾ പള്ളിയിലാണ്, ഇത്തിക്കാഫിലല്ല. പള്ളിയിലാണ്, ഇത്തിക്കാഫിലല്ല. അയാൾക്ക് പള്ളിയിലിരിക്കെ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ പറ്റുമോ? പള്ളിയിലായിരിക്കെ ഇത്തിക്കാഫിൽ അല്ലെങ്കിൽ പോലും ശാരീരിക ബന്ധം പറ്റില്ലെങ്കിൽ ഇത്തിക്കാഫിരിക്കുന്നവരോട് ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്തിക്കാഫിരിക്കുന്ന ആൾക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ പോകാം,
വീട്ടിൽ പോകുമ്പോൾ അവിടെ ഭാര്യയുണ്ട്, അവളുമായി ബന്ധം പുലർത്തരുത് എന്നല്ലേ എന്നാണ് സംശയം പ്രകടിപ്പിച്ചത്. ബഹുമാനായ KP മുഹമ്മദ് മൗലവി അത് അംഗീകരിച്ചു. അസബ്തയ മുഹമ്മദ് നീ പറഞ്ഞത് സത്യമാണ്. ഈ ഒരു വ്യാഖ്യാനം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ആയത്തിന് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ നമുക്ക് വല്ല ഖത്തീബിനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല സർ മൗലവി ഞാനൊന്ന് പുറേ പോയി എന്നാലും ഇത്തിക്കാഫ് മുറിയോ? അതിന് ഞാൻ ഹദീസ് തരേണ്ട വല്ല കാര്യമുണ്ടോ? ഹദീസ് വേണ്ടെന്നല്ല, പക്ഷെ വേറെ ഹദീസ് തരേണ്ടതുണ്ടോ? അത് മനസ്സിലായാലും ഇല്ല. പക്ഷെ ഇങ്ങനൊരു വ്യാഖ്യാനം നമ്മൾ ഏറ്റവും അവസാനം കൈ കിട്ടിയിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ബൃഹത്തായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പോലും കാണാൻ കഴിയില്ല. അപ്പൊ അതിലൊന്നും ഇല്ലാത്തത് കൊണ്ട്, അവിടെയൊന്നും പറയാത്തത് കൊണ്ട്, ഒരു മുഫസ്സിർ രേഖപ്പെടുത്തി വെക്കാത്തത് കൊണ്ട് ഖുർആനിൽ നിന്ന് ഇങ്ങനൊരു പുതിയ വിജ്ഞാനം നമ്മൾ സ്വീകരിച്ചുകൂടാ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ സൂചിപ്പിച്ചതാണ് ഹുദൻ ലിന്നാസ്, എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യന്മാർക്കുമുള്ള മാർഗദർശനമാണ്. കേക്ക് അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹം കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതിരിക്കട്ടെ, ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. സൂചിപ്പിച്ചത് ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ ഖുർആനിനെ നമ്മളൊന്ന് പിടിക്കണം, ഖുർആൻ നമ്മളെയും ഒന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചെങ്കിൽ മാത്രമേ ആ ബന്ധം സുദൃഢമായി നിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഈ മാവ് ഇങ്ങനെ തളിർത്ത് വരുമ്പോ ഇലകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ട് ചില്ലകളൊന്നും കാണില്ല, അത്രമാത്രം ഇലകളുണ്ടാവും. പക്ഷെ കുറച്ചു ദിവസം നന്നായി വെയിലങ്ങ് വന്നാൽ, സൂര്യൻ നന്നായിട്ട് അങ്ങ് ചൂട് കൊടുത്താൽ ഈ ഇലകൾ ഇങ്ങനെ ഒന്നൊന്നായി കൊഴിഞ്ഞു വിടും. അവസാനം ഓരോ ചില്ലകൾ പരിശോധിച്ചാൽ ഒരു 3-4 ഇലകൾ ഉണ്ടാവും. അങ്ങനെ ഒരു തരം ഭയങ്കര റഫായിട്ടുള്ള കുറച്ച് ഇലകൾ. ഏതാണ്ട് നമ്മുടെ ഖുർആൻ പഠന കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ദമാമിൽ നമ്മൾ പുതിയൊരു ഖുർആൻ സ്കൂൾ തുടങ്ങാണ്. തുടങ്ങി എന്താ സംഭവിക്കുക? തുടങ്ങുന്ന രജിസ്ട്രേഷനൊക്കെ കൊണ്ട് 100 കവിഞ്ഞു. 100-ൽ അധികം ആളുകളെ വെച്ചാണ് നമ്മൾ ഖുർആൻ പഠനം ആരംഭിച്ചത്. ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ അതിൽ 8 ആള് 10 ആള് 12 ആളായി ചുരുങ്ങി. 12 ആൾ തന്നെ ബാക്കി 88 ആൾക്ക് വരുമ്പോഴത്തേക്ക് ആക്സിഡന്റ് അടിച്ചു പോയോ? ഇല്ല. മരിച്ചുപോയോ? അതുമില്ല. ഒക്കെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് വ്യാപാരം ഇറക്കണ്ട കൊണ്ടൊക്കെ പല ജാതി തിരക്കാണ് അവർക്ക്. എന്തേ കാരണം? ഖുർആനിനെ നമ്മൾ പിടിച്ചില്ല, ഖുർആൻ നമ്മളെ പിടിച്ചു വെച്ചില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിലേക്ക് അങ്ങനെയുള്ള ഒരു ഇറക്കത്തിന് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഖുർആൻ നമ്മളെ കൈവിട്ടു പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എങ്കിൽ അതിന് സാധിക്കണമെങ്കിൽ എന്താ മാർഗം? നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഖുർആൻ അറബി ഭാഷയിലാണ്. നമുക്കാണെങ്കിലോ അറബി, ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് കുറച്ച് അറബി സംസാരിക്കാനൊക്കെ അറിയുമെങ്കിൽ പോലും അറബി ഭാഷയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടെന്നാണ് പലരും പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ അറബി തന്നെ ഇറക്കിയത്? അല്ല പറഞ്ഞ ഒരു കാരണം, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ. അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതിന് വിശാലമായ ഒരുപാട് ധാരണയുണ്ട്. അതിലൊരു ഭാഗം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ലോകത്ത് നിലവിലുള്ള ഭാഷകളിൽ വളർച്ച പൂർണ്ണമായി നിൽക്കുന്ന ഒരേ ഒരു ഭാഷ അത് അറബി മാത്രമാണ്. വേറെ ഒരു ഭാഷയും വളർച്ച പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഞാൻ എക്സാമ്പിൾ, ഇപ്പൊ മലയാളം, ഒരു 100 കൊല്ലം മുമ്പുള്ളൊരു മലയാള ദിനപത്രം ഒരു പേജ് നമ്മളിങ്ങനെ എടുത്തു നോക്കൂ. സാധാരണ പത്രക്കാർ ഉള്ളതിൽ ഏറ്റവും മികവുറ്റ ഭാഷയിലാണ് അവർ പത്രകോളങ്ങൾ നടക്കാറുള്ളത്. അപ്പൊ ഏറ്റവും മികവുറ്റ മലയാള ഭാഷയിൽ 100 കൊല്ലം മുമ്പ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ് നമ്മളെടുത്താൽ നമ്മൾ ചോദിക്കും, എന്താണ് ഇതിങ്ങനെ വായിക്കുക? ഭാഷക്ക് എന്തുമാത്രം വലിയ മാറ്റം വന്നു. ഇത് എവിടെ, ഏത് കാലത്തുള്ള നമുക്ക് ചോദിക്കാം. നമ്മള് ഒരു വായനാക്ഷമതയില്ല. അപ്പൊ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അദ്ദേഹത്തിന്റെ 25 കൊല്ലത്തെ തപസ്സാണത്. അദ്ദേഹത്തിന് സ്വർഗം നേടി കൊടുക്കാൻ അത് മാത്രം മതി. അത്രയും വലിയ ഒരു ത്യാഗമാണത്. പക്ഷേ അത് പുറത്തിറങ്ങിയിട്ട് 10-50 കൊല്ലം കഴിഞ്ഞു. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയും, ആശയപരമായ കാര്യങ്ങളോട് നിൽക്കട്ടെ, ഭാഷയിലെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറയും. എന്താ കാരണം? മലയാളമാണത്. അമാനി മൗലവി അറബി ഭാഷയിൽ മാത്രമല്ല മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള പണ്ഡിതനായിരുന്നു. പക്ഷേ നമുക്ക് അത് പ്രയാസം. എന്താ കാരണം? മലയാള ഭാഷ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ തളർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഭാഷയിലേക്ക് ഒരുപാട് സാധനം കയറാണ്.
ഇംഗ്ലീഷ് കയറുന്നു, ഹിന്ദി കയറുന്നു, അറബി കയറുന്നു, പലതും കയറിയിട്ട് മലയാളം അല്ലാതില്ല. അവസാനം നമ്മൾ കുട്ടികൾ പറയുന്ന പോലെ മലയാളം ഇങ്ങനെ കുരച്ചിങ്ങനെ അരിയുന്നതാണ്. പച്ചമുളക് അരിയുന്ന പോലെ അങ്ങനെ അരിഞ്ഞ് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പുതിയ മത്സരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ് മലയാളം മാത്രം സംസാരിക്കുക എന്നൊരു മത്സരം, ഒരു മുസാബക്ക ആലോചിച്ച് നോക്കൂ. എത്ര കുട്ടികൾ ജയിക്കും? എത്ര പേർ ഒന്നാം സ്ഥാനത്തെത്തും? എത്തൂല. 10 മിനിറ്റ് മലയാള ഭാഷ മാത്രം സംസാരിക്കുക എന്നത് അത്യധികം സാഹസകരമായി മാറിയിരിക്കുന്നു നമുക്കിടയിൽ. അത് ഭാഷക്ക് വന്നിരിക്കുന്ന മാറ്റമാണ്. എന്നാൽ അറബി ഭാഷ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലം മുതൽ ഇതുവരെ 1500 കൊല്ലത്തെ അറബി ഭാഷയുടെ ചരിത്രം പരിശോധിക്കുക. അതിന് 1 ഇഞ്ച് പോലും വളരേണ്ടി വന്നിട്ടില്ല. അഥവാ അറബി ഭാഷ വളർന്നിരുന്നുവെങ്കിൽ, പിന്നീട് പ്രത്യേകം വളർന്നിരുന്നുവെങ്കിൽ നമ്മൾ പറയും ഖുർആന്റെ ആശയം കുഴപ്പമില്ല, ഭാഷ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന്. പക്ഷേ അന്ന് പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ സ്വഹാബികൾ ഖുർആൻ കേട്ടപ്പോൾ, അവർ വായിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു മാധുര്യം, ആ ഒരു രുചി ഇന്നും ഖുർആൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഞാനത് മാറിയില്ല എന്ന് വെറുതെ പറഞ്ഞല്ല, കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളിലും അറബി ഭാഷ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ വലിയൊരു സ്ഥാനം 6-ാം നൂറ്റാണ്ടിലെ അറബി കവികളും സാഹിത്യകാരന്മാരും എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾക്കാണ്. ഇംറുൽ ഖൈസിന്റെ കവിതയൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. 1500 വർഷങ്ങൾക്കപ്പുറത്തുള്ള കവിതയും സാഹിത്യവും ഇന്നത്തെ ഭാഷാ പഠനത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആ ഭാഷ അന്നേ വളർച്ച പൂർണ്ണമായിട്ടുണ്ട് എന്നതിനർത്ഥം. അന്നേ വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. ആ പൂർണ്ണമായ വളർച്ചയിൽ എത്തി നിൽക്കുന്ന ഭാഷയുടെ ഒരൽപ്പം മുകളിൽ നിന്നുകൊണ്ട് ഖുർആൻ അവതരണം ആരംഭിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ നടത്തിയ വെല്ലുവിളികളെ ഭാഷാപരമായി പോലും നേരിടാൻ ഒരു അറബി ഭാഷാ പണ്ഡിറ്റിനും കഴിയാതെ പോയത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്താ? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന കാര്യം ഗ്രാഹ്യമാവണം. ഗ്രാഹ്യമാവണമെങ്കിൽ എളുപ്പമാവണം. ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയൊരു ഭാഗമല്ല. സൂറത്തുൽ ഖമർ 54-ാമത്തെ സൂറത്താണെന്ന് എന്റെ ഓർമ്മ. അതിലെ 17, 22, 32, 40 4 ആയത്തുകൾ ഒരേ വാക്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനെ നാം ചിന്തിച്ചു മനസ്സിലാക്കുവാൻ എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ചിന്തിക്കുവാൻ? ആ ചോദ്യം എന്നോടാണ്, നിങ്ങളോടാണ്, നമ്മൾ ഓരോരുത്തരോടുമാണ്. ആരെങ്കിലും ഉണ്ടോ ചിന്തിക്കുവാൻ? ഈ ഖുർആനെ വായിച്ച് പഠിക്കാൻ എളുപ്പമെന്നല്ല, ഓതാൻ എളുപ്പമെന്നല്ല, അർത്ഥം പഠിക്കാൻ എളുപ്പമെന്നല്ല, മറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ചിന്തിക്കാൻ? ഇതിന്റെ ഉത്തരം നമ്മൾ പറയേണ്ടതാണ്. ചിന്തിച്ചു മനസ്സിലാക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നുവെങ്കിൽ ഖുർആൻ അറിയിക്കുന്ന ഭാഷ അതിലേറെ എളുപ്പമായിരിക്കുന്നതിന്റെ അർത്ഥം. അതെങ്ങനെ മനസ്സിലാവും? ഇപ്പൊ നമ്മുടെ ഭാഷ മലയാളം. ഈ നാട്ടിൽ നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവർ, തമിഴ് സംസാരിക്കുന്നവർ, അല്ലെ? ആ ഭാഷന്റെ അവസ്ഥ എന്താ? നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രം മലയാളത്തിൽ 56 അക്ഷരങ്ങൾ എഴുതി പഠിച്ചു. എത്ര പണിയെടുക്കണം? മലയാളം മാത്രമല്ല, തമിഴാണെങ്കിലോ ഹിന്ദി ആണെങ്കിലോ ഒക്കെ അതിൽ അക്ഷരമാലൊന്ന് പഠിച്ചെടുക്കാൻ ചെറിയ പണിയൊന്നല്ല. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ ചേർത്തിയ 1-ാമത്തെ കൊല്ലം അധ്യാപകൻ എന്ത് ചെയ്യും? ആ കുട്ടികളെ കൊണ്ട് കുറെ വട്ടങ്ങൾ ഇങ്ങനെ വരപ്പിക്കും. പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ ഇങ്ങനെ വരപ്പിക്കും. കുറെ വട്ടങ്ങൾ, കുറെ പൂർണ്ണവട്ടങ്ങൾ, കുറെ അർദ്ധവട്ടങ്ങൾ. അങ്ങനെ ആഴ്ചയോളം കുറെ വട്ടം വരച്ചിട്ട് പിന്നെ ആ വട്ടങ്ങൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 1-ാമത്തെ അക്ഷരം ആ എന്ന് പഠിക്കുമ്പോഴേക്ക് ഒരുപാട് വരച്ചു കഴിഞ്ഞു, ഒരുപാട് ചിത്രം വരച്ചു കഴിഞ്ഞു. എന്നാലും 1-ാമത്തെ അക്ഷരം, ഇത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ്. 2 അർദ്ധവട്ടങ്ങൾ, അതിന് ചെറിയൊരു വര, പിന്നെ കുത്തനെ വേറെ വര, പിന്നെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് വേറെ വര. ഇതെല്ലാം കൂടി വരച്ചുണ്ടാക്കിയാൽ 1-ാമത്തെ അക്ഷരം കിട്ടുള്ളൂ ആ. ഇറങ്ങാറുണ്ടല്ലേ? ഇനി 2-ാമത്തെ ഈ യുഗം തന്നെ പിന്നെയും വരക്കണം, പിന്നെയും വരക്കണം, പിന്നെയും ഉരുട്ടണം. അടുത്തത് ഊ. ഇങ്ങനെ ഉരുട്ടി പുരട്ടി ഇറങ്ങാറാക്കി ഉണ്ടാക്കുന്ന ഈ ഭാഷ, ഈ 56ഓളം വരുന്ന അക്ഷരങ്ങൾ ഒരു 50-55 വയസ്സിൽ പഠിച്ചൊരു സ്ത്രീയുണ്ട് നമ്മുടെ നാട്ടില്. അടുത്തടുത്ത് മരിച്ചുപോയി. ആരാ? ചേലക്കോടൻ ആയിഷ. മരിക്കുമ്പോൾ VIP ആയിട്ടാണ് സർക്കാർ യാത്രയാക്കിയത്. കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെ നയിച്ചത് ചേലക്കോടൻ ആയിഷയാണ്. അവരാരാ? ഒരു സാധാരണ വീട്ടമ്മ, ഒരു മാപ്പിള സ്ത്രീ. ആ പ്രായത്തിലാണ് മലയാളത്തിൽ 56 അക്ഷരങ്ങളും അവർ എഴുതിയത്. അത്ര പണിപ്പെട്ട് പഠിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ആയും ഈയും ഊയും ഒക്കെ നമ്മൾ ഒരു ചെറിയ ഉദാഹരണമാണ്. എന്നാൽ അറബിയിലോ
അറബിയിൽ ഈ മൂന്നും 4 അക്ഷരമൊക്കെ എഴുതാൻ ഒരൊറ്റ വര, അലിഫ്, അ, ഇ, ഉ, ഇ. ഈ വര മദ്രസയിൽ വരുന്ന, സ്കൂളിൽ വരുന്നൊരു കുട്ടി അവിടെ വരുന്ന മുമ്പേ ഒരുപാട് വരച്ചിട്ടുണ്ട്. ഉപ്പാന്റെ പുറത്ത് വരച്ചിട്ടുണ്ട് അല്ലേ, ഉമ്മാന്റെ തലയിൽ വരച്ചിട്ടുണ്ട്, കാക്കാന്റെ സേറ്റ് വാങ്ങിയിട്ട് അതിലിങ്ങനെ കുത്തി വരച്ചിട്ടുണ്ട്, മുറ്റത്ത് കളിക്കാൻ പോകുമ്പോൾ കാലുകൊണ്ട് വരച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപനമല്ലോ. ഇപ്പൊ എന്താ മോനെ നീ കുറെ വര വരച്ചില്ലേ പല സ്ഥലത്തും? ഉണ്ട്. ആ വരയാണ് നമ്മുടെ 1ാമത്തെ അക്ഷരം അലിഫ്. വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വന്ന അന്ന് തന്നെ പഠിച്ചിട്ടി. 2ാമത്തെ അക്ഷരം ബ. ആ അലിഫോട് ജനിച്ചിട്ടാ മതി, ബ കിട്ടും. ബ പഠിച്ചു കിട്ടിയാലോ തായും സായും അതിന്റെ കൂടെ തന്നെ കിട്ടി. അപ്പൊ അലിഫ്, ബാ, തായ്, സായ് 3 അക്ഷരം പഠിക്കാൻ ഒരക്ഷരം എഴുതിയാൽ മതി. പിന്നെ ജീമ് പഠിച്ചാൽ ഹാ അതിന്റെ കൂടെ കിട്ടും. ദാല് പഠിച്ചാൽ ദാല് കിട്ടി, റാ പഠിച്ചാൽ ദാ കിട്ടി, സീന് പഠിച്ചാൽ ഷീന് കിട്ടി, സ്വാദ് പഠിച്ചാൽ ലോദ്, പിന്നെ ലോദ് കിട്ടി, ത്വാ പഠിച്ചാൽ ലോ കിട്ടി, ഐന് പഠിച്ചാൽ ഒയിന്, ഫാ പഠിച്ചാൽ കാഫ്. അപ്പൊ ആകെ 26 അക്ഷരമുള്ളൂ, 28 അക്ഷരമുള്ളൂ. ആ 28 അക്ഷരം എഴുതി പഠിക്കാൻ ഒരു 14 15 അക്ഷരങ്ങൾ എഴുതിയാൽ മതി. ഇത്രയും എളുപ്പമുള്ള ഒരു ഭാഷ ലോകത്ത് വരണ്ടോ? ഇല്ല. എന്നാൽ അറബിയേക്കാൾ അക്ഷരങ്ങൾ കുറവാണ് ഇംഗ്ലീഷിന്, 26 അക്ഷരമുള്ളൂ. കുറച്ച് എളുപ്പമാണൊക്കെ പറയാം. ഇപ്പോ 1ാമത്തെ അക്ഷരം എ ഒരു 3 വര ഇറക്കണം, കുത്തനാണ്ടണം, പിന്നെ ഒന്ന് ഫ്ലാറ്റിന്റെ കൂടെ അവിടെ 1ാമത്തെ അക്ഷരമുള്ളൂ. എന്നാലും കുറച്ച് എളുപ്പമാണ്. പക്ഷെ പ്രശ്നം എന്താ, ഇംഗ്ലീഷിലെ പല പദങ്ങളും വേറിട്ട് തന്നെ പഠിക്കണം, വേറിട്ട് പഠിക്കണം. ഇപ്പോ നമുക്ക് സൂപ്രണ്ട് എന്ന് വായിക്കണം. എന്താ എഴുതേണ്ടത്? സൂപ്പർ ഇൻ ടെന്റ് എൻഡ്. ഇത്രയും വലിയൊരു സാധനം എഴുതിച്ചാലേ സൂപ്രണ്ട് എന്നൊരു ചെറിയ പദം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പുട്ടിനും കട്ടിനും സെൻട്രൽ അക്ഷരം യു തന്നെയാണ്. ഒന്ന് ഊയും ഒന്ന് ആയും ആയത് എങ്ങനെ? സാലിസൂട്ടിന് എഴുതിയിട്ട് വേണം കാലിക്കട്ടെന്ന് വായിക്കാൻ, ബാക്കി ഇങ്ങൊക്കെ വിട്ട്. അതാണ് ഇംഗ്ലീഷ്. മറ്റൊരു വശം, ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയാ? സ്റ്റുഡന്റ്, അധ്യാപകൻ, ടീച്ചർ, അയാൾ ചെയ്യുന്ന ജോലി ലേണിംഗ്, ഇതൊക്കെ നടക്കുന്ന സ്ഥാപനം സ്കൂൾ. ഈ 4 പദങ്ങളും ഒരേ ആശയത്തിലുള്ളതാണ് അല്ലേ? ഒരേ ആശയമാണ്. പക്ഷെ 4നും 4 പദമാണ്. അറബിയിലോ 4നും കൂടി ഒരു പദം ദർസ്. ദർസ് എന്നൊരു പദം. അതിൽ അധ്യാപകനുണ്ട് മുദ്ദരീസായിട്ട്, വിദ്യാർത്ഥിയുണ്ട് മുത്തദ്ദരീസായിട്ട്, അധ്യാപനമുണ്ട് തദ്രീസായിട്ട്, സ്കൂളുണ്ട് മദ്രസയായിട്ട്. ഒക്കെ കിട്ടില്ല. എങ്കിൽ ഒരു പദം കൊണ്ട് 10 മുതൽ 100 കണക്കിന് അർത്ഥതലങ്ങളിലേക്ക് വ്യാപിച്ചു കടന്നു പോകുന്ന ഭാഷ, അതും അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കുവാൻ വേണ്ടി കിട്ടുന്ന പദങ്ങൾ ഏതാണ്ട് ഒരു 500 പദങ്ങളുണ്ടാവും ഖുർആനിൽ. ഒരു 500 പദങ്ങൾ. 500 പദങ്ങൾ പഠിക്കാൻ നമുക്ക് എത്ര കാലം വേണം? ഒരു പദം അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസം വരെ. ഒരു ദിവസത്തില് നമുക്ക് ലഭിക്കുന്ന ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ മതി, ഒറ്റ ദിവസത്തില്. അങ്ങനെയെങ്കിൽ 500 പദങ്ങൾ പഠിക്കാൻ 1.5 കൊല്ലം മതി. 1.5 കൊല്ലം കൊണ്ട് ഖുർആനിലെ പദങ്ങളൊക്കെ കയ്യിലെത്തും. ഖുർആനിലെ പദങ്ങൾ കയ്യിലെത്തിയാൽ നമ്മൾ അതിന്റെ ആശയത്തിലേക്ക് ഇറങ്ങും. ഖുർആന്റെ ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഈ ഖുർആനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുന്നില്ലേ? അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വല്ല അടപ്പും ഇട്ടുവെച്ചിട്ടുണ്ടോ? ഖുർആൻ ഇറങ്ങിയ നാവുകളിലേക്കും ചുണ്ടുകളിലേക്കും അല്ല എന്നർത്ഥം. അത് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. ആ ഹൃദയങ്ങളിൽ ഖുർആൻ ഏറ്റെടുക്കണമെങ്കിൽ ഖുർആനിന്റെ അർത്ഥതലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ അത് നമുക്ക് നൽകുന്ന വെളിച്ചം, അതാണ് ജീവിതത്തിന്റെ വെളിച്ചം. ഞാൻ സൂചിപ്പിച്ചത്, എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല, എനിക്ക് മനസ്സിലാവില്ല, എനിക്കതിന്റെ ഭാഷ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ്. ഞാനും നിങ്ങളും ഒരുപോലെ കുടുങ്ങുന്ന കാര്യമാണ് പറഞ്ഞെന്നർത്ഥം. ഞാനും രക്ഷപ്പെടില്ല, നിങ്ങളും രക്ഷപ്പെടില്ല. ഖുർആൻ മുസാബക്ക എന്ന ഒരു മത്സര പരിപാടി ഇല്ലെങ്കിലും, അങ്ങനൊന്നും ഇല്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടാത്ത വിഷയമാണെന്ത്? ഖുർആൻ. അഥവാ പഠിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് വളരെ ഗുരുതരമാണ്, ഗൗരവതരമാണ്. എന്നാൽ ഈ പഠനത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാവും ചുണ്ടും നമ്മുടെ കൈകളും അതിനപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിനാണ്, ചിന്തക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് 1ാമത്തെ വാക്യം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നമ്മൾ പഠിച്ച അർത്ഥം എന്താ? സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. നീ വായിക്കുക എന്നാണ് ഇഖ്റയുടെ
ഭാഷാപരമായ അർത്ഥം എന്നതിൽ അഭിപ്രായാന്തരം ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു മുഹമ്മദ് നബിയോട് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതന്നെയായിരുന്നു. അതന്നെയായിരുന്നു അതിന്റെ അർത്ഥം. ഞാൻ വെറുതെ ആലോചിക്കാൻ വേണ്ടി തന്നാണ്, നിങ്ങൾക്ക് ആലോചിക്കാം, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു പോയാൽ പിന്നെ ഒരു വ്യതിയാനായിരുന്നു, അതുകൊണ്ട് അയച്ചില്ല. നിങ്ങൾക്ക് ആലോചിക്കാം. എന്താ കാരണം? ഒരക്ഷരം എഴുതുവാനും വായിക്കുവാനും അറിയാത്തതാണ് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് A to Z അറിയുന്നതാണ് അള്ളാഹു. അള്ളാഹു അതേ ചെറുപ്പക്കാരോട് പറയുന്നു ഇഖ്റ. അപ്പോൾ അതിന്റെ അർത്ഥം നീ വായിക്കുക തന്നെയാവോ? അവിടെ ഭാഷാപരമായ അർത്ഥം അതാണെങ്കിൽ പോലും അവിടെ അർത്ഥം തന്നെയാവോ? ആലോചിക്കേണ്ടതുണ്ട്. ബാക്കി പറഞ്ഞെന്താ? ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടിസ്ഥാന ആദർശം അതാണ്. അള്ളാഹു അല്ലാതെയുള്ള മുഴുവൻ ഇലാഹുകളെയും വെടിഞ്ഞ് ഏകനായിരിക്കുന്ന ആരാധ്യനെ സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ എല്ലാ ഇലാഹുകളെയും വെടിയണമെങ്കിൽ, ഏകനായിരിക്കുന്ന യഥാർത്ഥ ഇലാഹിനെ സ്വീകരിക്കണമെങ്കിൽ ആ ഇലാഹിന്റെ മഹത്വവും അവന്റെ കഴിവും കാരുണ്യവും ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാനാണ് ഖുർആൻ ശ്രമിച്ചത്, ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിനെന്തറിയണം? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അറിയണം. ആ റബ്ബിനെ അറിയേണ്ടത് അവനാണ് സൃഷ്ടാവ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. അവൻ സൃഷ്ടാവാണെന്ന് അറിയേണ്ടത് നിങ്ങളുടെ മനസ്സും ചിന്തയും നിങ്ങളുടെ ബുദ്ധിയും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടാണ്. അങ്ങനെ ഇറക്കുമ്പോൾ നിങ്ങൾ അവനെ കണ്ടെത്തും, അവനെ നിങ്ങൾ അറിയും. അവന്റെ മുമ്പിൽ നിങ്ങളുടെ മനസ്സും ശിരസ്സും നമിക്കും. അവിടെയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. വല്ലാത്ത പ്രയോഗ ഖുർആൻ നടത്തിയത്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അവിടെ നിങ്ങൾ തെരഞ്ഞാലും പടച്ച റബ്ബിന്റെ അടയാളങ്ങൾ കണ്ടെത്താതിരിക്കില്ല. അവനാണ് റബ്ബ്, അവനാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവാണ് നിങ്ങളുടെ റബ്ബ്. അവനെയാണ് ആരാധിക്കേണ്ടത് നിലയ്ക്ക് നിങ്ങൾ എത്തിക്കൊള്ളും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു കാട്ടില് എന്തോ ചെന്നിനാകപ്പെട്ടു. ഒരു വലിയ സിംഹത്തിന്റെ മുമ്പിലാണ് ചെന്നപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിംഹത്തിന് മുമ്പ് ചെന്നാൽ പിന്നെന്താ ചെയ്യാ? നമ്മളൊന്നും ചെയ്യണ്ട, സിംഹം ചെയ്തോളല്ല പണി, അല്ലേ? എളുപ്പമുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള അവസ്ഥ ആയിരിക്കും. എന്താ നമ്മുടെ മനസ്സിലുള്ളത്? അടുത്ത ആഴ്ച നാട്ടിൽ പോകാനുള്ളതാണ്, കുട്ടിയേക്കും ഭാര്യക്കൊക്കെ ഉള്ള പെട്ടിയൊക്കെ കെട്ടാനുണ്ട്, കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. ഇങ്ങനെ വല്ല ആലോചന ഉണ്ടാവും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ജോലിക്ക് പ്രമോഷൻ കിട്ടും. അങ്ങനെ വല്ലതും ഇല്ല. സഹോദരിമാരാണെങ്കിൽ അടുക്കളയിലെ വല്ല കാര്യം ഒരു വിവരമില്ല. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നില്ല. അതല്ലാത്ത വേറെ ആലോചനയില്ല. എന്താണ്? നല്ല കോൺസെൻട്രേഷൻ. എന്താ കാരണം? സിംഹത്തിന്റെ പോക്കിരിത്തരം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതേ നമ്മളാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സിംഹങ്ങളെ പടച്ച, കണ്ണാമൃഗത്തെയും കാട്ടുപോത്തിനെയും പുലിയെയും നരിയെയും മറ്റനേകം ജന്തുക്കളെയും സൃഷ്ടിച്ച, അതെല്ലാം അടങ്ങുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിക്ക് പുറകെ കോടിക്കണക്കിന് ഗോളങ്ങളെ സൃഷ്ടിച്ച, അവയെല്ലാം നിയന്ത്രിച്ച് നയിച്ച് മുന്നോട്ട് പോകുന്ന ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കും നിസ്കരിക്കാൻ. കണ്ടോ? അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്ന ഏറ്റവും വലിയവൻ, അല്ലാഹു ആകുന്ന ഏറ്റവും വലിയവൻ. മനസ്സിലായല്ലോ? അത് പറഞ്ഞിട്ടോ നമ്മളെ ഈ തടി ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ സ്ഥലം വിട്ടു ആ തടിയോടെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഓഫീസിൽ പോയി, അവിടെ ഷോപ്പിങ്ങിന് പോയി, പുരയിലൊക്കെ പോയി ഒന്ന് വിസ ഒന്നും വേണ്ട, ടിക്കറ്റ് ഒന്നും വേണ്ട, നാട്ടിലൊക്കെ പോയി ഒന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു നടത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ആരെ മുമ്പിലാണ് നിൽക്കുന്നുള്ളൊരു ബോധമില്ല. ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം. ഇത് യാന്ത്രികമാണ്. ഒരു യാന്ത്രികമായ കർമ്മം മാത്രമാണ് നമസ്കാരം നിർവഹിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് വണ്ടി കൈ കൊടുത്താലോ സ്റ്റാരിങ് തിരിക്കണേ അയമ്പൊക്കെ നോക്കണം, അങ്ങനെ നോക്കിയിട്ട് തിരിക്കുക, അല്ലേ? ആക്സിഡന്റ് ഉടനെ അയമ്പൊക്കെ നോക്കും, ഗിയർ മാറ്റണമെങ്കിൽ ഇങ്ങനെ നോക്കും, ബ്രേക്ക് ഉടനെ പിന്നെയും നോക്കും, ഇങ്ങനെ നോക്കും, ഓരോന്നും ഇങ്ങനെ നോക്കിയില്ല അപകടപ്പുറപ്പ് ഇടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, നന്നായി പഠിച്ചു, ലൈസൻസ് ഒക്കെ കിട്ടി, നമ്മൾ പുറത്തിറങ്ങി, നല്ല ഡ്രൈവറായി. നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് എതിരെ ഒരു വാഹനം വരുന്നു, എന്തു ചെയ്യണം? നമ്മൾ ആലോചിക്കും, ഇപ്പം എന്താ ചെയ്യാ? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, അങ്ങനെ ആലോചിക്കോ? അല്ല, ഒരാലോചനയും ഇല്ലാതെ വലത്തേക്കാലം പറയും ചവിട്ടിക്കിടാണ്, ബ്രേക്ക് ചവിട്ടും, അല്ലേ? കൈകൾ പറയും സ്റ്റാരിങ് തിരിച്ചോ, തിരിക്കും. മറ്റേ കൈ പറയും ആ ഗിയർ ഒന്ന് മാറ്റിയേക്കെ, മാറ്റും. എന്നാ ഇതാണ് യാന്ത്രികം എന്ന് പറഞ്ഞാൽ. മനസ്സിൽ പ്രത്യേകിച്ച് പണി നടല്ല, നമ്മൾ ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാന്നില്ല, ആ പണിയാണ് നടന്നോളും. അതാണ് യാന്ത്രികം. എന്ന പോലെ നമസ്കാരം പഠിക്കുന്ന കാലത്ത് അപ്പൊ നമ്മളിങ്ങനെ അല്ലാഹു അക്ബർ, വജ്ജഹത്തു, ഫാത്തിഹ, അങ്ങനെ ഓരോന്നിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ഓരോന്നിങ്ങനെ ആവാഹിച്ചെടുത്ത് പഠിച്ചതാ. അപ്പോഴും ശബ്ദം ഉണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞാലോ
അല്ലാഹു അക്ബർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ആ ഓഫാക്കണ വരെ വർക്ക് ചെയ്തോളൂ. ഈ വർക്കിംഗ് എന്താ? മുമ്പിൽ ആരെ മുമ്പിലാണ് നിൽക്കണമെന്നുള്ള ബോധം ചേർത്തോണ്ട. അങ്ങനെ ബോധം ഉണ്ടാവണമെങ്കിൽ ആരാണ് റബ്ബ് എന്നറിയണം. അറിഞ്ഞുകൊണ്ട് വേണം അവൻ ആരാധിക്കാൻ. ഈ ഹിസാനെ കുറിച്ച് റസൂൽ പറഞ്ഞ എന്താ? അൻ തഅബുദകല്ല കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് നിങ്ങൾ അവനെ കാണുന്നുണ്ട് എന്ന രൂപത്തിലാണ്. നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങളെ നയിക്കണം. ആ ബോധം ഉണ്ടാവണമെങ്കിൽ ആരാണ് അല്ലാഹു എന്നറിയണം. ആ അല്ലാഹുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ സൃഷ്ടിജാലങ്ങളിലേക്ക് ഇറങ്ങണം. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. ഈ പ്രപഞ്ചത്തിൽ മുഴുക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നാം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതിൽ നിങ്ങളും പെടും. നിങ്ങളിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരും. ആ ദൃഷ്ടാന്തങ്ങളുടെ തുടക്കമാണ് ഖുർആന്റെ അടുത്ത ആയത്ത്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അലഖിൽ നിന്നാണ്. എന്താ അലഖ്? അന്നറിയില്ല. മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത, സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള ഒരു പഠനവും വന്നിട്ടില്ലാത്ത, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പഠനങ്ങൾ എവിടെയും എത്തിയിട്ടില്ലാത്ത ഒരു കാലത്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ അതിസൂക്ഷ്മമായ ഘട്ടത്തെക്കുറിച്ച് കൂടെ സംസാരിച്ചത്. ആ സംസാരം അലക്കിൽ നിന്ന് മുലകത്തിലേക്ക് എത്തുന്നു, ഇലാമിലേക്ക് എത്തുന്നു, ലഹമിലേക്ക് എത്തുന്നു. വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആധുനിക ശാസ്ത്രം പഠിച്ചു വന്നു. ഒരു നൂറ്റാണ്ട് കൊണ്ട്, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഭ്രൂണശാസ്ത്രത്തിലുള്ള പഠനം ഏതാണ്ട് ഒരു പരുവത്തിലൊക്കെ നമ്മൾ എത്തിച്ചു. പക്ഷേ അത്ഭുതം എന്താ? മനുഷ്യ ശരീരം പരിശോധിച്ചപ്പോൾ കംപ്ലീറ്റ് സെല്ലുകളാണ്, കോശങ്ങൾ. കോടിക്കണക്കിന് കോശങ്ങളുടെ സമാഹാരമാണ് മനുഷ്യ ശരീരം. അതിലെ ഏതാണ്ട് എല്ലാ കോശങ്ങളും പൂർണ്ണ കോശങ്ങളാണ്. സ്ത്രീ ശരീരത്തിന് ഒരു കോശവും പുരുഷ ശരീരത്തിന് മറ്റൊരു കോശവും മാത്രം അർദ്ധകോശങ്ങൾ. ഒന്ന് സ്പേം, മറ്റൊന്ന് ഓവം, ബീജവും അണ്ടവും. ഇത് രണ്ടും അർദ്ധകോശങ്ങൾ. യാദൃശ്ചികമായി സംഭവിച്ചാൽ നമ്മൾ വായിക്കും അല്ലേ? അങ്ങനെയാണ് പലർക്കും പറയാൻ താല്പര്യം. എന്നാൽ ഈ രണ്ട് അർദ്ധകോശങ്ങൾ എന്തിന് അർദ്ധകോശങ്ങളായി? അവ രണ്ടുമാണ് പരസ്പരം യോജിക്കേണ്ടത്. അങ്ങനെയാണ് പുതിയ ഒരു കോശം ഉണ്ടാവേണ്ടതെന്നുള്ളതാണ്. ആ രണ്ട് അർദ്ധകോശങ്ങളുടെ പ്രത്യേക സാഹചര്യം ഒരുമിച്ച് വന്നപ്പോ ഉണ്ടായ സിക്താണ്ഡം, അതാണ് ഭ്രൂണമായി ഗർഭാശയഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നത്. എന്നാൽ ആ ഒരു കോശത്തിന്റെ വളർച്ച എങ്ങനെയാ? ആ കോശം നിന്നിങ്ങനെ വീർത്തു വരികയാണോ? അല്ല, ആ കോശം വിഘടിക്കുന്നു. 2, 4, 8, 16, 32, 64, 128, 256. ഏതൊരു പോവും? ഈ കുട്ടി ജനിക്കുമ്പോഴേക്ക് അതാണ്ട് 2000 കോടി കോശങ്ങളുടെ സമാഹാരമായി മാറിയിട്ടുണ്ടാവും. അത്യത്ഭുതകരമായിരിക്കുന്ന മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആദ്യം പഠിച്ചോളൂ. അതാണ് പറഞ്ഞത്. ഈ 2000 കോടി കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു കൊട്ടയിൽ ഒരു പാക്കിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാണോ? അല്ല, ഇതിലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ കൈകളായി മാറി. നല്ല ബലമുള്ള കൈകളായി, ബലമുണ്ടാകുന്ന കൈകളായി. കുറെ കോശങ്ങൾ കാലുകളായി, കണ്ണുകളായി, കാതുകളായി, മൂക്കുകളായി, നാക്കായി, ചുണ്ടുകളായി, അകത്തും പുറത്തുമുള്ള ഒരുപാട് അവയവങ്ങളായി. ലക്ഷണമൊത്തൊരു മനുഷ്യ കുഞ്ഞു പുറത്തേക്ക് വന്നു. ഇതൊരു അത്ഭുതം എന്താ? ഈ കണ്ണുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ക്യാമറയേക്കാൾ സൂക്ഷ്മമായ, സുന്ദരമായ, അത്ഭുതകരമായിരിക്കുന്ന ക്യാമറ, അതാണ് ഈ കണ്ണ്. ഈ 2 കണ്ണുകളും എനിക്ക് ലഭിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന 2 അരക്കോശങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് ഉത്ഭുതമായിരിക്കുന്ന കോശങ്ങളാണ് എന്റെ കണ്ണുകളായി മാറിയത്. ഇതേ കണ്ണുകൾക്കരികിൽ 2 ചെവികൾ. അതിന്റെ ധർമ്മം തീർത്തും വ്യത്യസ്തം. ഒന്ന് കേൾക്കുക, മറ്റൊന്ന് എന്റെ ബാലൻസ് കീപ്പ് ചെയ്യുക. നിങ്ങൾ വെറുതെ ഒരു കൊള്ളി ഇങ്ങനെ നാട്ടി വെച്ച് നോക്കൂ, നിൽക്കുവോ? നിൽക്കൂല. പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ കുഴിച്ചിടണം. എന്നാൽ നമ്മുടെ 2 കാലുകൾ 2 കൊള്ളിക്കസൊക്കെ നിൽക്കുകയാണ് വെറുതെ. ആ 2 കാലുകൾക്ക് മുമ്പ് നല്ല വെയിറ്റുള്ള ശരീരം വെച്ചു. എന്നിട്ട് വീഴുന്നുണ്ടോ? വീഴുന്നില്ല. അങ്ങനെ കുറച്ച് വന്നപ്പോൾ ഒരു കാലിൽ തോന്നി മുന്നോട്ട് പോകണം. മുന്നോട്ട് വെച്ച് നോക്കി, അപ്പോഴും വീഴുന്നില്ല. അപ്പൊ അടുത്ത കാലം മുന്നോട്ട് വെച്ചു, നടന്നു. അതൊന്നൊരു വേഗത്തിൽ വെച്ച് നോക്കി, ഓടി. മൊത്തം എടുത്ത് വെച്ച് നോക്കി, ചാടി. അപ്പോഴൊന്നും വീണില്ല. എന്താ കാരണം? ഈ ചെവികൾ നമുക്ക് നൽകുന്ന ബാലൻസ്. എവിടുന്നാണ് 2 വന്നത്? ഈ കണ്ണുകൾ എവിടുന്നാണ് വന്നത്? അതേ കോശങ്ങളിൽ നിന്ന്, അതേ അർദ്ധകോശങ്ങളിൽ നിന്ന്. ഈ 2ൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കുന്ന നാസാരന്ധ്രങ്ങൾ, ശ്വാസകോശങ്ങൾ. അതിന്റെ തൊട്ടുപുറത്ത് ഹൃദയം, അതുപോലെ ലിവർ, കിഡ്നി, പാങ്ക്രിയാസ്, ആമാശയം, അന്നനാളം, ഒരുപാട് അവയവങ്ങൾ അകത്തും പുറത്തും. പലതിന്റെയും ധർമ്മങ്ങൾ വളരെ വ്യത്യസ്തം. ആ വ്യത്യസ്തമായിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വിവിധങ്ങളായ കോശങ്ങളായി നമ്മുടെ ശരീരങ്ങൾ മാറി വന്നപ്പോ ഒരുപാട് വളരാൻ സാധിക്കുന്ന തലമുടി കിട്ടിയത് അതേ കോശങ്ങളിൽ നിന്ന്. ഒട്ടും വളർന്നുകൂടാൻ നിർബന്ധമുള്ള ഈ കണ്ണിന്റെ പിരികത്തിന് മുകളിൽ നിന്ന് രോഗമുണ്ടായത് അതേ കോശങ്ങളിൽ നിന്ന്. ഈ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ഖലഖൽ ഇൻസാന മിൻ അലഖ്. നിങ്ങൾ
ആ അലക്കനെ കുറിച്ചൊന്ന് പഠിക്കുന്നു. അപ്പോ ഖുർആന്റെ പഠനം മനുഷ്യന്റെ ചിന്തയുടെ ആലോചനയുടെ തലങ്ങളിലൂടെ കടന്നു പോകുന്നത്. ആ പഠനത്തിന്റെ ഏത് ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയാലും അവിടെയൊക്കെ നിങ്ങൾ അവസാനം എത്തിച്ചേരുക പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. അത് പ്രകൃതി പ്രതിഭാസങ്ങളാവട്ടെ മറ്റെന്താവട്ടെ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം ആയല്ലേ? ഇല്ല. എന്താ മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹറ. വെള്ളത്തിനാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത്. വെള്ളത്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവന് കുടുംബ ബന്ധങ്ങളെയും വിവാഹ ബന്ധങ്ങളെയും അവൻ സ്ഥാപിച്ചു കൊടുത്തു. നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആന്റെ ഒരു അധ്യാപനം അങ്ങനെയാണ്. ആലോചിച്ചുകൊണ്ടാണ് വരേണ്ടത്. വെറുതെ നമ്മുടെ ജീവിതം വെറുതെ കഴിഞ്ഞു പോയിക്കൂടാ. വെറുതെ അങ്ങനെ നേരം വിളിക്കുന്നു, വെറുതെ രാത്രിയാവുന്നു, പിന്നെ പിറ്റേന്ന് പിന്നെ നേരം വിളിക്കുന്നു, പിറ്റേന്ന് പിന്നെ രാത്രിയാവുന്നു. അല്ല, ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും ഓരോ രാത്രിയും ഓരോ പകലും കടന്നു പോകുമ്പോ നമുക്കൊരുപാട് ആലോചിക്കാനുണ്ട്. അവിടെ മനുഷ്യനെ അവൻ വെള്ളത്തിനാണ് സൃഷ്ടിച്ചെന്ന് ഖുർആൻ പറയുമ്പോ നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം അന്ന് പറഞ്ഞൊന്നുമില്ല. മറ്റൊരു വാദം ഖുർആൻ പറഞ്ഞെന്താ? അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. എല്ലാ സൃഷ്ടിജാലങ്ങളെയും മികവുറ്റതാക്കിയിരിക്കുന്ന പടച്ച റബ്ബ് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അത് പറയുമ്പോ ലോകത്താർക്കും അറിയില്ല ഈ മണ്ണും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധം. പക്ഷേ പുതിയ കാലം നമ്മളെ പഠിപ്പിച്ചു, ഈ മണ്ണ് നൽകുന്ന ധാതു ലവണങ്ങളും കാർബണും പച്ചവെള്ളവുമാണ് നമ്മുടെ ശരീരമെന്ന്. എന്നിട്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോഴോ നമ്മുടെ രക്തം നേർക്കുനേരെ ദ്രാവകം തന്നെയാണ്. പക്ഷേ അതിൽ പച്ചവെള്ളം എത്ര അംശം? 80% പച്ചവെള്ളമാണ്. കിഡ്നി അതിൽ 82% പച്ചവെള്ളമാണ്. നമ്മളെങ്ങനെ നല്ല ബലത്തിൽ നിർത്തുന്ന എല്ലൊക്കെ ഉണ്ടല്ലോ, ആ എല്ല് പോലും 22% പച്ചവെള്ളമാണ്. നമ്മുടെ ശരീരത്തിന്റെ 1/3 ഭാഗം പച്ചവെള്ളം. ആ വെള്ളത്തിന്റെ 10% നഷ്ടപ്പെട്ടാൽ നമ്മൾ ക്രോസായി, ആളുകാരിയാവും. എന്നാ വെള്ളം നഷ്ടപ്പെടാതിരിക്കോ? വിയർപ്പായി, മൂത്രമായി, അങ്ങനെ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുമ്പോ റീഫിൽ ചെയ്യണം. റീഫിൽ ചെയ്യണമെങ്കിൽ അറിയാൻ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചു. എന്താ ഓട്ടോമാറ്റിക് സിസ്റ്റം? ദാഹം. അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ ദാഹിക്കുമ്പോ നമ്മൾ വെള്ളം കുടിച്ചാൽ മതിയാവും. അപ്പൊ വെള്ളം കുടിക്കേണ്ട എപ്പോഴാണ് മനസ്സിലായോ? ദാഹിക്കുമ്പോ. അപ്പോഴാണ് വെള്ളം കുടി. അത് നമ്മുടെ അളവ്. രണ്ടാമത്തെ അളവ് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര അളവ്? എത്രയാണോ ഭക്ഷണത്തിന്റെ അളവ് അത്രയും അളവിലാണ് വെള്ളം കുടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് പറ്റുമോ നമുക്ക് പറ്റുമോ നിങ്ങൾക്കറിയില്ല. കാരണം എന്താ? റസൂൽ പറഞ്ഞു, നിങ്ങൾ നടക്കുന്ന പാത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണ്. അതുകൊണ്ട് ഈ നല്ല നല്ല ഭക്ഷണം അവിടെ കൊണ്ടേ നടക്കണ്ടാണ്. പെട്ടെന്ന് ചീത്തയായി പോയി. മട്ടനും ചിക്കനും ഒക്കെ, ബീഫൊക്കെ, ഫിഷൊക്കെ നല്ല ഐറ്റം സാധനങ്ങളാണ്. നല്ല പ്രോട്ടീനുള്ള ഒരുപാട് വൈറ്റമിനുള്ള സാധനമാണ്. ഈ നല്ല മുന്തിയ മുതൽ കൊണ്ടുപോയി ഈ പാത്രത്തിൽ വെക്കണ്ടാണ്. അത് വേണമെങ്കിൽ പുരയിലെ ഫ്രിഡ്ജിൽ വെച്ചോളി, എന്നാ പിറ്റേന്ന് എടുക്കാം. ഈ പാത്രത്തിൽ വെച്ചാൽ ഉടനെ കേടുവരും. അതുകൊണ്ട് കുറേ ഒരു 3-1 മതി ജീവൻ നിലക്കാൻ. അത്ര തന്നെ അളവിൽ വെള്ളം കുടിച്ചേക്കുന്നു. അപ്പൊ 3-2 ബാക്കി ഒരു ഭാഗം വെറുതെ വിട്ടേക്കുന്നു. നമുക്ക് വെറുതെ വിടാൻ പറ്റി വെള്ളം കുടിക്കാത്തതല്ല, മനസ്സിലല്ലോ. ആ കഴിക്കുന്നതോ അത് നല്ലതായിരിക്കാം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത് വഅമലു സ്വാലിഹ. അല്ലയോ പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ, നിങ്ങൾ നല്ലത് ആഹരിക്കുക, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. മനസ്സിലായോ? നല്ലത് കഴിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ സ്വഭാവം കാണുമ്പോൾ പറയും, ആ ചങ്ങായിക്ക് തിന്നണേ ചോറന്നല്ലേ. എന്നതിനർത്ഥം ചോറുന്നതിനോട് ഉമ്മാര് സ്വഭാവം കാണാൻ പാടില്ലാണ്. അപ്പോ നല്ലത് പ്രവർത്തിക്കാൻ നല്ല ഭക്ഷണം പ്രധാനമാണ്. നന്നായി പ്രവർത്തിക്കുന്നത് വേണം. ഇപ്പൊ റസൂലുള്ളാഹിയുടെ കാലത്ത് തറാവിയൊക്കെ നമസ്കരിക്കുമ്പോ ഒരു റക്അത്തിന് 1 ജുസും 2 ജുസും ഒക്കെ ഓതിയാലും അവർക്കൊരു ക്ഷീണമില്ല. മനസ്സിലായല്ലോ? രാത്രിയുടെ 3-2 ഭാഗമൊക്കെ നീണ്ടു നിൽക്കുന്ന വിധം നമസ്കരിച്ചിട്ടും ആരും ക്ഷീണിച്ചില്ല. നമ്മളോ? നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ റമദാനിന് പ്രത്യേക സ്പെഷ്യൽ ഇമാമുമാരുണ്ടാവും. ആ ഇമാമുമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താ? 40 മിനിറ്റ് മതിട്ടാ. ഇത് 8-3-11 റക്അത്ത് 40 മിനിറ്റ് മതി. മാക്സിമം 45, അതിലപ്പുറം പോരുത്. കാരണം അതിലേറെ പോയാൽ നമ്മൾ കുഴഞ്ഞു വീടും. അതിന്റെ കാരണം പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. ഞാൻ ഇടക്ക് ആഹാരം കഴിക്കാനുള്ള നേരെ അതുകൊണ്ടാണ് പറഞ്ഞു, ഒന്ന് ഓർമ്മയായിക്കോട്ടെ. ഇപ്പൊ മുമ്പൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കോഴിനൊക്കെ വളർത്താറുണ്ട് അല്ലെ? കോഴിയൊക്കെ വളർത്തിയാൽ ഇപ്പൊ ഉച്ചക്കൊക്കെ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് വന്ന് എന്താ ചെയ്യാ? കോഴിനെ പിടിക്കണമെങ്കിൽ പിന്നാലെ ഓടണം അല്ലെ? ഒരുപാട് ഓടിയാലേ മുതലേ കിട്ടുള്ളൂ. നമ്മളും ക്ഷീണിക്കും, കോഴിയും ക്ഷീണിക്കും, അപ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കോഴിയെ അറുത്ത് അതിന്റെ മാംസമൊക്കെ കറി വെച്ചും പൊരിച്ചൊക്കെ നമ്മൾ കഴിച്ചു. ആ കഴിച്ച നമുക്കും കുറച്ച് ഓടാനൊക്കെ ഉള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോഴിനെ പിടിച്ചു
ഇവിടെ ഇവിടെ മേശപ്പുറത്ത് വെച്ചു അവിടെ കിട്ടാ, ഞാൻ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാം. അവിടെ നിന്നോളൂ, ഒന്നും സംഭവിക്കൂല. എല്ലാ മസാല സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പിടിച്ചറുത്തു. അതിന് തിന്നാലോ, ആ തിന്ന് നമ്മൾ അവിടെ തന്നെ വെക്കും, അനങ്ങൂല. ഒരടി മുന്നോട്ട് പോയാൽ രണ്ടടി മുന്നോട്ട് നിലക്കാണ്, കിതച്ച് അങ്ങനെ അങ്ങനെ പോവാ. എന്താ കാരണം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രശ്നം. ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത്. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ മികച്ചത് നല്ലത് കഴിക്കുക. ആ നല്ലത് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത് പ്രവർത്തിക്കാൻ പറ്റും. ആ നല്ലത് കഴിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കാനാണ് റസൂലിന്റെ 60ഓളം ഹദീസുകൾ മരം നടാൻ വേണ്ടി പഠിപ്പിച്ചത്. പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ ജൂൺ മാസം വരുമ്പോൾ നാട്ടിലൊക്കെ പോസ്റ്റർ ഉണ്ടാവും, മരം നടുക വളർത്തുക. അത് പോസ്റ്റർ ഒട്ടിക്കൽ മാത്രം ISമാർ പണി. അത് ആ പണിയെടുക്കാൻ പോലെ കിട്ടുക. ശരിയല്ലേ? റസൂൽ പറഞ്ഞു, നാളെയാണ് എന്റെ ദിനം, ഉറപ്പാ. നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴൊരു ചെടിയുണ്ട്, നട്ടുപിടിപ്പിക്കണം. അതിന്റെ പ്രാധാന്യം, നിങ്ങൾ നടന്ന ചെടിയിൽ നിന്ന് അതിലെ ഫലങ്ങൾ ഏതെങ്കിലും പക്ഷികളോ മറ്റു ജീവികളോ എടുത്തുകൊണ്ടുപോയാലും നിങ്ങൾക്ക് പ്രതിഫലം, കട്ടെടുത്തു പോയാലും നിങ്ങൾക്ക് പ്രതിഫലം. തീർന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ നമ്മളൊക്കെ വീടുണ്ടാക്കി റോഡ് സൈഡിൽ നല്ല മനോഹരമായ വീടുണ്ടാക്കും. റോഡ് സൈഡിൽ വീടുണ്ടാക്കിയാൽ എല്ലാവരും കാണും, നല്ല മനോഹരമായ വീട് പ്രത്യേകിച്ചു. പക്ഷേ ദോഷം എന്താ? ആ റോഡിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും കാർബൺ അത് നമ്മൾ ശ്വസിക്കണം, നമ്മുടെ കുട്ടികളും ശ്വസിക്കണം, എന്നിട്ട് രോഗികളാവണം. അപ്പൊ എന്താ പ്രതിവിധി? വലിയൊരു മതിലിട്ട, വലിയ മതിലിട്ട പിന്നെ ഈ ചൊറുക്കൾ വീടുണ്ടോ വല്ല കാര്യമുണ്ടോ? അതിന്റെ റസൂൽ പറഞ്ഞൊരു മാർഗമുണ്ട്. എന്താ മാർഗം? അവിടെ ജൈവ വേലി കെട്ടുക. എന്താ ജൈവ വേലി? ആ വീടിന് ചുറ്റും കുറച്ച് മരം നട്ടു പിടിച്ച് വെക്കുന്നു. കാർബണൊക്കെ അവർ സ്വീകരിച്ചോളും, നമുക്ക് നല്ല ശുദ്ധമായി തരും. അപ്പൊ ഞാൻ പറഞ്ഞ ചെറിയ സംഗതിയല്ല. നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. തമിഴ്നാട്ടുകാർ പണമുണ്ടാക്കാൻ നമ്മളെ തീറ്റിച്ചുകൊണ്ടേ, നമ്മൾ ഭയങ്കര താല്പര്യമൊക്കെ. ഓരോ നാട്ടിലും ഓരോ കാലത്തും എന്താണോ ഉണ്ടാവുന്നത് അതാണ് നമ്മുടെ ഭക്ഷണം. ഇപ്പൊ വേനൽക്കാലത്ത് കേരളക്കാരന്റെ ഭക്ഷണമാണ് ചക്കയും മാങ്ങയും. നമ്മൾ ചെയ്യുന്ന പണി എന്താ? നല്ല ചക്ക ഇവിടുന്ന് കയറ്റിയൊക്കെ തമിഴ്നാട്ടിൽ ഒരു കുഴപ്പമില്ലാത്ത ചക്ക, ഒരു മായോ ചെയ്തിട്ടില്ല, രാസവളമില്ല, കീടനാശിനിയില്ല. അത് അവർ വാങ്ങിക്കേൾക്കും. അവരോ 50 ഏക്കർ സ്ഥലത്ത് നല്ല മാമ്പഴം ഉണ്ടാക്കിയിട്ടുണ്ടാവും, മനോഹരമായ, കാണാൻ തന്നെ കണ്ടാൽ അങ്ങനെ അങ്ങനെ രുചിയുണ്ടാവും. അതിന്റെ കുറച്ചുപുറത്ത് 50 സെന്റ് സ്ഥലത്ത് വേറെ കുറച്ച് മാങ്ങ, ഇതേ സാധനം തന്നെയാണ്, പക്ഷെ എത്ര കായ്ച്ചിട്ടില്ല, എത്ര ചൊറുക്കില്ല. ചോദിച്ചാൽ അവരെന്താ പറയല്? ഈ 50 ഏക്കറിൽ നന്നായി കാഴ്ചക്കുന്ന മാമ്പഴം നിങ്ങൾ കേരളക്കാരെ തീറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താ? അത് ജനിച്ചത് മുതൽ വളർന്ന് വലുതായി നിങ്ങളെ കയ്യിൽ എത്തുന്നത് വരെ തിന്നത് മുഴുവൻ രാസവളാണ്. മനസ്സിലായേ? മുഴുവൻ രാസവളാണ്. ഈ 50 സെന്റിൽ വല്ലാതെ കായ്ക്കാത്തോ അത് ഞങ്ങൾക്ക് തിന്നാൻ ഉണ്ടാക്കിയ അതിൽ ജൈവവളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ നമ്മുടെ മക്കൾ തിന്നേ. പിന്നെ ആ മക്കളുടെ കാര്യം പറയണ്ടോ? അത് പല കുളത്തിലുണ്ടാവും. ഇരിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷികൾക്ക് ആവശ്യമുള്ള രാസവളം പടച്ചോ നേരിട്ട് നൽകുന്നുണ്ട്. ഖുർആന്റെ പ്രയോഗം എന്താ? ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ. ഇടിമിന്നൽ ഉണ്ടാവും, നമുക്ക് പേടിയുണ്ടാവും അല്ലെ? പലർക്കും പേടിയാണ്, കട്ടിലൂടെ പോയി ഒളിക്കും, അതുകൊണ്ട് കാര്യമില്ലെങ്കിലും. എന്നാൽ ആ ഭയത്തോടൊപ്പം തന്നെ ഒരു പ്രതീക്ഷയും, ആ പ്രതീക്ഷ ഒന്നും ലഭിക്കുന്നില്ലാണ്. രണ്ടാമത്തെ പ്രതീക്ഷ എന്താ? ശാസ്ത്രം പറഞ്ഞു, ഇടിമിന്നൽ ഉണ്ടാവുമ്പോ ഈ അന്തരീക്ഷത്തിലെ നൈട്രജൻ അത് സസ്യങ്ങൾക്ക് ആഹാരമായി ലഭിക്കാവുന്ന വിധത്തിലുള്ള നൈട്രജൻ മിശ്രിതങ്ങളാക്കി മാറ്റുന്നത് ഇടിമിന്നലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ശരിയായ രാസവളം പടച്ചോ നേരിട്ട് കൊടുക്കേണ്ട, നമ്മളെ വക വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ലോ, ഞാൻ വെറുതെ അതിന്റെ ഇടക്കൊന്ന് പറഞ്ഞു വരാം. പറഞ്ഞത് നല്ലത് കഴിക്കാൻ, നല്ലത് കുടിക്കാൻ. അപ്പോ കുടിക്കുന്നത് എത്ര അളവ്? കഴിക്കുന്ന ആഹാരത്തിന്റെ അളവാണ് വെള്ളം. അതിനനുസരിച്ച് ഭക്ഷണത്തിന് ക്രമീകരണം വേണം. പിന്നെ അതിലേറെ കുടിക്കേണ്ടി വരില്ല. ഇരിക്കട്ടെ, ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ 3 ഭാഗം. ഈ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ കുറേ സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു. അതിന്റെ ചോദ്യം, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം വെറുതെ കുടിച്ചാൽ പോരാ, ചിന്തിച്ചുവോ, ആലോചിച്ചുവോ, അന്വേഷിച്ചുവോ, ഇതെങ്ങനെ ഉണ്ടായി, എവിടെ നിന്ന് വന്നു, എന്താ അതിന്റെ അവസ്ഥ? ഒരാലോചനയും ഒരു അന്വേഷണവും അതിന് പിന്നിൽ നമുക്കില്ല. നമ്മളെന്താ കുടിക്കുന്നു? ഇഷ്ടം പോലെ കുടിക്കാൻ, കുടിച്ചുകൊണ്ടേയിരിക്കാം. എന്താ സങ്കടം? നമ്മുടെ കുട്ടികൾ മഴയെക്കുറിച്ചൊരു തിയറി പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയുടെ 2 ഭാഗം വെള്ളം, 71% വെള്ളം. ആ 71%ത്തിന്റെ 97% എന്താണ്? സമുദ്രമാണ്. സമുദ്രം നമ്മൾ തിരിച്ചത് ഏതാണ്ട് 5 സമുദ്രങ്ങളാണ്. പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം. 5 പ്രധാന സമുദ്രങ്ങൾ. അത് ഏറ്റവും വലിയത് പസഫിക്. മൊത്തം ഭൂമിയിൽ എത്രയാണോ കരയുള്ളത് അതിനേക്കാൾ കൂടുതലുണ്ട് ഈ പസഫിക് എന്ന സമുദ്രം മാത്രം. അതിന്റെ ആഴം നിർണയിച്ചപ്പോ ഏറ്റവും ആഴമുള്ള ഭാഗം 11 കിലോമീറ്റർ, കൃത്യമായി പറഞ്ഞാൽ 11,034 മീറ്റർ. എവറസ്റ്റ് കൊടുമുടി അവിടെ ഇറക്കി വെച്ചാൽ അതിന്റെ മുകളിൽ 2,652 മീറ്റർ വെള്ളം ഉണ്ടാവും. അതിന് മുകളിൽ അത്രയും ആഴമുണ്ട് കടല്.
ഖുർആൻ ഒരു കാര്യം വെറുതെ പറഞ്ഞു വെച്ചാൽ വെറുതെ അല്ല, നമ്മൾ ആലോചിക്കാൻ തന്നെ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കാത്ത ആളുകൾ, ഖുർആനിന്റെ വെളിച്ചം ലഭിക്കാത്ത ആളുകൾ അവർ എവിടെയും ഇരുട്ടിലായിരിക്കും. ദുനിയാവിലും പരലോകത്തിലും ഇരുട്ടിൽ തപ്പിത്തറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഇരുട്ടിനെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ കടലിൽ ഉപമിച്ചു. ബഹറുൽ ലുജ്ജി, ആഴക്കടൽ. ആ ആഴക്കടലിലേക്ക് ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞ അവസാനം പറഞ്ഞെന്തറിയോ? ഒരു മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങിയിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവന്റെ കൈ ഇങ്ങനെ പൊക്കി നോക്കിയാൽ ആ കൈ അവന് കാണാൻ പോലും കഴിയില്ല. അത്രയും വലിയ ഇരുട്ടാണ്. ഇത് പറയുന്ന കാലത്ത്, ഖുർആൻ പറയുന്ന കാലത്ത് വെള്ളത്തെക്കുറിച്ച് അങ്ങനെ ഒരു പഠനവും സമുദ്രത്തെക്കുറിച്ച് ഒരു പഠനവും ലോകത്ത് നടന്നിട്ടില്ല. വെള്ളം എന്നത് പ്രകാശം കടത്തിവിടാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ സംഗതിയാണ്, ഗ്ലാസ് പോലെ തന്നെ. പക്ഷെ ഏതുവരെ എന്താ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴവെല്ലിൽ കാണുന്ന 7 വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് പ്രകാശം. അതാണ് സൂര്യപ്രകാശം. ആ പ്രകാശം നമ്മുടെ വെള്ളത്തിലൂടെ അങ്ങനെ കടന്നു പോകും. ഏതുവരെ? ഒരു 30 മീറ്റർ താഴോട്ട് പോകുമ്പോ ഈ 7 വർണ്ണങ്ങളിൽ നിന്ന് ചുവപ്പ് ആദ്യം നഷ്ടപ്പെടും. പിന്നെ ചുവപ്പിന് താഴോട്ട് പോകില്ല. ഒരു 50 മീറ്റർ താഴോട്ട് പോകുമ്പോ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആ കളറ് നഷ്ടപ്പെടും. 100 മീറ്റർ താഴോട്ട് പോകുമ്പോ ഗ്രീൻ പച്ച നഷ്ടപ്പെടും. 200 മീറ്റർ താഴോട്ട് പോകുമ്പോ ബ്ലൂ നീലയും നഷ്ടപ്പെടും. അവിടെ നിന്ന് കൂടി ഇരുട്ടാരംഭിക്കണം. 1000 മീറ്ററിലെത്തുമ്പോ നട്ടുച്ചക്ക് കൂരാകൂരി ഇരുട്ട്. പിന്നെ 10000 മീറ്റർ എന്ന് പറഞ്ഞ അവസ്ഥ എന്താ? ഇതാണ് അള്ളാഹു പറഞ്ഞത്, ഇരുട്ടുകൾക്ക് മുകളിൽ ഇരുട്ട്, ഇരുട്ടുകൾക്ക് മുകളിൽ ഇരുട്ട്. പ്രകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. ഖുർആനാണ് ലഭിക്കുന്നെങ്കിൽ പ്രകാശത്തിനു മേൽ പ്രകാശം, വെട്ടിത്തിളങ്ങുന്ന പ്രകാശം. അതിന്റെ മറുചേരിയിലാണെങ്കിലോ ഇരുട്ടുകൾക്ക് മേൽ ഇരുട്ട്, നമുക്ക് നമ്മളെപ്പോലും കാണാൻ കഴിയാത്ത ഇരുട്ട്. അള്ളാഹു വെള്ളത്തെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിഷയം പറഞ്ഞത്, പഠിക്കാൻ തന്നെ പറഞ്ഞത്. വെറുതെ പഠിക്കാൻ, വെറുതെ അല്ല, ആലോചിച്ചോളൂ, പഠിച്ചോളൂ, എത്താൻ പറ്റും. ആ കടൽ, മൊത്തം കടലിൽ ഏതാണ്ട് 1350 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമുണ്ട്. 1350 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളം. അത് തന്നെ 2 ഭാഗം. ഒന്ന് നല്ല അദബുൻ ഫുറാത്ത്, നല്ല സ്വച്ഛമായ ശുദ്ധമായ നല്ല കുടിവെള്ളം. പുറത്ത് വഹാദ മിൽഹുൻ ഉജാജ്, അലോസരപ്പെടുത്തുന്ന അരുചികരമായിരിക്കുന്ന ഉപ്പുരസമുള്ള വെള്ളം. അവ രണ്ടിനുമിടയിൽ ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ, അവ രണ്ടിനുമിടയിൽ ഒരു ബർസഖ്. എന്താ ബർസഖ്? നേരെ നമ്മൾ ഖുതുബയിൽ കേട്ടു ബർസഖിയ ജീവിതത്തെ കുറിച്ച്. ബർസഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബർ എന്നാൽ മാത്രമല്ല ഉദ്ദേശം. ഖബറിൽ വെക്കാത്ത ഒരുപാട് ശരീരം ഇപ്പോഴും ഭൂമി പുറത്തുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഡെഡ് ബോഡികൾ, ഫിറഔനെ പോലെയുള്ള പലരുടെയും ബോഡികളൊക്കെ പുറത്താണ്. അവർക്കുമുണ്ട് ബർസഖ്. ബർസഖിയായ രക്ഷാശിക്ഷകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മറ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണാത്ത ഒരു മറയെ കുറിച്ചാണ് ബർസഖ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ബർസഖ് ഈ 2 ജലാശയങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ഖുർആനാണ് പറഞ്ഞത്. ശാസ്ത്രം അടുത്ത കാലത്ത് മാത്രമാണ് ആ വിഷയം തെളിയിച്ചത്. അപ്പോ ആലോചിക്കാൻ പിന്നെയുമുണ്ട്, തീർന്നില്ല. ഈ 1350 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളം, അതിൽ നിന്ന് ഓരോ വർഷവും 4.5 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി മേലോട്ടിയിരുന്നു. കുട്ടികൾ പഠിച്ചെന്താ? വെള്ളം ഇങ്ങനെ നീരാവിയായി അത് മേലോട്ടിരുന്ന് മേഘമായി മാറി കാട്ടതിരങ്ങ് തെളിച്ചുകൊണ്ടുപോയി തണുത്ത് മഴയായി മഞ്ഞായി താട്ട് ലഭിക്കുന്നതാണ്. തീരക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൂർണ്ണമല്ല. എന്താ കാരണം? നമ്മുടെ തൊട്ടടുത്തുള്ള കടലേതാ? അറബിക്കടൽ അല്ലേ? അറബിക്കടലിലാ വേലിട്ടി. എന്താ? അതിന്റെ ഒരു കരയി അറബിനാട്ടിലായതുകൊണ്ടാ. ഒരു കരയി അറബിനാട്ടിലാണ്, അതുകൊണ്ട് അറബിക്കടലിന് വേലിട്ടിയത്. എന്നുണ്ടോ? അറബിക്കടലിൽ നിന്നും എത്രയോ ലക്ഷം കിലോമീറ്റർ വെള്ളം നീരാവിയായി മേലോട്ട് ഇരുന്നിട്ടും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ ഈ അറബ് നാട്ടിൽ കഠിനമായ ചൂട് അല്ലെ? നമ്മളെ കത്തിച്ചു കളയുന്ന വെയില്. ഒരു തുള്ളി മടക്ക് വേണ്ടി നമ്മൾ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലോ മലയാളക്കരയിലോ തിമിർത്തു പെയ്യുന്ന മഴ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? നമ്മളെ തിയറിക്ക് എന്തോ ഒരു അപൂർണത ഉണ്ടെന്നല്ല എന്ന് പറഞ്ഞാൽ, മലയാളക്കര കേരളത്തിൽ ഒരു 6 മാസമെങ്കിലും അത്യാവശ്യം മഴ കിട്ടിയെങ്കിലേ മനുഷ്യടക്കമുള്ള സകല ജീവികൾക്കും അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അറബ് നാട്ടിലോ 6 ദിവസം കണ്ടിന്യൂ മഴ കിട്ടിയാൽ ഈ നാട് നശിക്കും. അപ്പോ ഈ നാട്ടിൽ മഴയില്ലാതെയാണ് ആളുകൾ ജീവിക്കേണ്ടത്, അവിടെ മഴ കിട്ടിക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് കരുതി അവിടെ ഇല്ലാത്തൊരു പ്രത്യേക ജലക്ഷാമം ഈ നാട്ടിലുണ്ടാവില്ല. മനസ്സിലായല്ലോ? ഇവിടെ ഉള്ളതിനേക്കാൾ ബൃഹത്തായ കിട്ടാൻ പോകുന്നില്ല. വല്ലാത്ത സംഗതിയാണ്. അവിടെ മഴ വേണം, ഇവിടെ മഴ കിട്ടിക്കൂടാ. അല്ല ചോദിച്ചാൽ എന്താ? നിങ്ങളാണോ ഈ കുടിവെള്ളം മേഘങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയത്? അതല്ല നമ്മളാണോ? ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. ഒരുപാട് ആലോചന ഉണ്ട്. ഏത് പ്രദേശത്ത്, ഭൂമിയുടെ ഏത് ഭാഗത്ത്, ഏത് മണ്ണിൽ, ഏത് നാട്ടിൽ, ഏത് അളവിൽ, എങ്ങനെ മഴ വേണം, എത്ര വേണം, എത്ര വേണ്ട,
തീരുമാനം ആരുടേത്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഏതൊക്കെ കോണുകളിലേക്ക്, ഏതൊക്കെ വിഷയങ്ങളിലേക്ക്, നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നുവോ അവിടെയെല്ലാം നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തി, ബോധ്യപ്പെടുത്തി ഖുർആനിലേക്ക് നിങ്ങളെ വലിച്ചെടുപ്പിക്കുന്ന, അങ്ങ് വല്ലാത്തൊരു ആകർഷണ ബലം ലഭിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനെ മനസ്സിൽ സ്വീകരിക്കാൻ സാധിച്ചാൽ ഓരോ വിഷയങ്ങളും ബോധ്യപ്പെടും. പരലോകത്തെക്കുറിച്ച് പോലും ഖുർആൻ പറയുമ്പോൾ അതിന്റെ ഒരു തലവട പറഞ്ഞിട്ടുണ്ടാവും. ഒരു തലവട, കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. എങ്ങനെയാണ് നിങ്ങൾ ദൈവനിഷേധികളാവുക? നിങ്ങൾ നേരത്തെ അവർ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് നിങ്ങൾക്ക് അവൻ ജീവിതം നൽകി, അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾക്കൊരു ഇടപാടില്ല. നിങ്ങളുടെ ജനനത്തിലോ നിങ്ങളുടെ മരണത്തിലോ നിങ്ങൾക്ക് ഇടപാടുമില്ല. എന്നിരിക്കെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നിഷേധിക്കും? പുതിയ കാലത്ത് നമുക്കിത് ബോധ്യപ്പെടും. എന്താ കാരണം? പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ പഞ്ചസാര കണ്ടെത്തി. പഞ്ചസാര വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കിയാലോ പിന്നെ പഞ്ചസാര കാണുന്നില്ല. അതോടുകൂടി ഇനി ഒരിക്കലും ആ പഞ്ചസാരക്ക് പഞ്ചസാരയായി തിരിച്ചു വരാൻ കഴിയില്ല എന്നാരെങ്കിലും പറയുമോ? പറയില്ല. എന്താ കാരണം? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു പോകുമ്പോൾ സംഭവിക്കുന്നത് വെള്ളത്തിന്റെ കുമിളകൾക്കുള്ളിൽ പഞ്ചസാര ഒളിച്ചിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. ചില പ്രത്യേക രാസപ്രവർത്തനങ്ങൾ കൊണ്ട് ആ പഞ്ചസാരയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും. അത് നമ്മുടെ ബുദ്ധിയാണ്. എന്നാൽ നമുക്ക് ഈ ബുദ്ധി നൽകിയിരിക്കുന്ന പടച്ചോനാ പറഞ്ഞത്, നിങ്ങൾ അവൻ സൃഷ്ടിച്ച മണ്ണിൽ നിന്നാ. ആ മണ്ണിലെ ധാതു ലവണങ്ങളായിരുന്നു നിങ്ങളെ വീണ്ടും മണ്ണിലേക്ക് വെച്ചപ്പോൾ നിങ്ങൾ അതേ ധാതു ലവണങ്ങളായി മണ്ണിന്റെ കുമിളകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചു, നിങ്ങൾ ലയിച്ചു. അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും പുറത്തെടുക്കുവാൻ പടച്ചറബിന് എന്ത് പ്രയാസം. അന്നത്തെക്കാളേറെ ഇന്ന് മനസ്സിലാവും ആലോചിച്ചാൽ, ചിന്തിച്ചാൽ. മറ്റൊരു ഭാഗം, നമ്മളൊക്കെ മദ്രസ പഠിക്കുന്ന കാലത്ത് ഒരു 10-40 കൊല്ലം മുമ്പ് അന്ന് ഉസ്താദ് പറഞ്ഞത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരലോകത്ത് വരുമ്പോ നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെക്കുന്ന ഗ്രന്ഥം മനസ്സിലല്ലോ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. അന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം നമുക്കവിടെ കൈ തരും. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? ദുനിയാവിൽ നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ആലോചിച്ച ഓരോ വിഷയങ്ങളും വള്ളിപുള്ളി വിടാതെ രേഖപ്പെടുത്തി വെച്ചിട്ടാണ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുന്നത് പടച്ചറബിന്റെ റെക്കോർഡിംഗ് സിസ്റ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചെന്താ, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കുറെ കടലാസ് ഉണ്ടാവും അല്ലെ, 2 ചട്ടയും ഒരു കടലാസ്. ആ കടലാസിൽ പേന കൊണ്ട് എഴുതിയതല്ലേ അച്ചടി മഷി. അങ്ങനെ എഴുതി ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതരേഖ എങ്കിൽ അതിൽ എത്ര പേജ് ഉണ്ടാവും? ജനനം മുതൽ മരണം വരെ എത്ര പേജ്? 100 പേജ്, 1000 പേജ്, 10,000 പേജ്, 1,00,000 പേജ്, ഒരു കോടി മതിയാവോ? അത്രയും പേജുള്ള ഗ്രന്ഥം പരലോകത്ത് വരത്തെ പേജ് കിട്ടിയാൽ വാങ്ങാൻ കഴിയോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാമായിരുന്നു അല്ലെ. പക്ഷെ അതോടെ ഇരിക്കട്ടെ, 6-ാം നൂറ്റാണ്ടിലെ അറബികൾ ഇത് കേട്ടപ്പോൾ എങ്ങനെ ചിന്തിച്ച്? അവരുടെ കയ്യിലെ രേഖ എന്താ? ആണി കൊണ്ട്, കമ്പി കഷ്ടം കൊണ്ട്, കല്ലിലാണ് അവരെഴുതുന്നത്, മരത്തിലാണ് എഴുതുന്നത്, മരത്തൊലിയിലാണ് എഴുതുന്നത് അല്ലെ, മൃഗത്തിന്റെ തൊലിയിലായിരുന്നത്. അപ്പോൾ മനുഷ്യന്റെ കർമ്മരേഖ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പരലോകത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാവും. എത്ര ലോഡ് കല്ലുണ്ടാവും? എത്ര ലോഡ് മരം? എത്ര ലോഡ് മൃഗത്തിന്റെ തൊലികൾ? അങ്ങനെ ആലോചിക്കാം. പക്ഷേ പുതിയ കാലത്തോ, ഇപ്പോഴത്തെ കാലത്ത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 വയസ്സുകാരൻ 5 വയസ്സുകാരൻ കുട്ടികൾ പറയും എന്താ അത് ശരിയാണ്. കാരണം ഈ നഖത്തോളം വലിപ്പമുള്ള ഒരു ചിപ്പിനകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗ്രന്ഥങ്ങളിലെ മുഴുവൻ വിജ്ഞാനങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ബുദ്ധി നമുക്ക് നൽകിയ പടച്ചോനാ പറഞ്ഞത്, നിങ്ങളും ഒരു റെക്കോർഡിംഗ് സിസ്റ്റത്തിന് വിധേയമായി കൊണ്ടാ ചലിക്കുന്നത്. പരലോകം കുറച്ചുകൂടി ബോധ്യവും. ഖുർആനെ ആ നിലക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ പരലോകത്തിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടെടുക്കും. 3-ാമത്തെ സംഗതി, അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങളുടെ നാവുകൾക്ക് സീൽ വെക്കപ്പെടും, നിങ്ങളുടെ കൈകൾ സംസാരിക്കും, നിങ്ങളുടെ കാലുകൾ സാക്ഷി പറയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ. മറ്റൊരു പറഞ്ഞെന്താ, നിങ്ങളുടെ കണ്ണുകളും കാതുകളും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ? ഓരോരുത്തരും അവരവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? അവർ പറയുന്ന മറുപടി, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ. എല്ലാത്തിനെയും സംസാരിപ്പിച്ചിരിക്കുന്ന പടച്ചറബ് ഞങ്ങൾക്കും സംസാരശേഷി നൽകി. എന്നാൽ പരലോകത്ത് വരുമ്പോ നാവിനപ്പുറത്ത് മറ്റ് പല അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്നു. എന്നാൽ ഇത് ദുനിയാവിൽ തന്നെ ബോധ്യപ്പെടും. ദുനിയാവിൽ അതിന്റെ ഒരു അറ്റാളുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. അങ്ങനെ വായിച്ചു നോക്കൂ. അതിൽ പറഞ്ഞൊരു വാചകം എന്താ, ബലാ ഖാദിരീന അലാ അൻ നുസബ്ബിയ ബനാന. പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം തുടങ്ങിയത്.
ബലാ ഖാദിരീന അലാ നുസബ്ബിഹ മനാന. മനുഷ്യൻ എന്ന സങ്കീർണമായിരിക്കുന്ന സൃഷ്ടി ഉണ്ടല്ലോ, ആ സൃഷ്ടി നിർവഹിച്ചിരിക്കുന്ന പടച്ച റബ്ബ് മനുഷ്യന്റെ വിരൽത്തുമ്പ് ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിൽ അർത്ഥം എന്താ? അതിൽ വലിയൊരർത്ഥമുണ്ട്. ഈ ഭൂമിയിൽ പോലും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കൈകൾ സാക്ഷി പറയും. ഒരു കുറ്റവാളിയെ പിടിക്കാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്ന വലിയൊരു സംഗതി എന്താ? വിരലടയാള വിദഗ്ധരെ ഉപയോഗപ്പെടുത്തലാണ്. എന്താ കാരണം? എന്റെ ഈ വിരൽത്തുമ്പി എനിക്ക് മാത്രമേ ഉള്ളൂ, ദുനിയാവിൽ വേറെ ആർക്കില്ല, ഇതിൻ്റേത് മാത്രമാണ്. 700 ചില്ലാനം കോടി ഇങ്ങനെയുള്ള വിരൽത്തുമ്പുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. എത്രയോ കോടി കഴിഞ്ഞു പോയി, ഇനി എത്ര കോടി വരാനിരിക്കുന്നു. ഒന്നും പരസ്പരം സാമ്യതയില്ല എന്ന് പറഞ്ഞാൽ എന്റെ വിരൽ ഈ ദുനിയാവിൽ എനിക്കെതിരെ സാക്ഷി പറയും, എന്റെ വിയർപ്പ് ഗണങ്ങളും എനിക്കെതിരെ സാക്ഷി പറയും. പോലീസ് നായക്ക് ആകിടുന്ന വിയർപ്പാണ്, വിയർപ്പിന്റെ ഗന്ധം ഉപയോഗിച്ച അവർ കുറ്റവാളിയെ പിടിക്കുന്നത്. എന്റെ വിയർപ്പും എന്റെ വിരൽത്തുമ്പുകളും ദുനിയാവിലത്തെ എനിക്കെതിരെ സാക്ഷി പറയുമെങ്കിൽ എന്റെ കൈകളും എന്റെ കാലുകളും എന്റെ കണ്ണും കാതും പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയും എന്നല്ല പറയുമ്പോ സ്വീകരിക്കണോ സ്വീകരിക്കാതിരിക്കണോ? അങ്ങനെയാണ് ഖുർആൻ ഒരു വിഷയങ്ങൾ വെറുതെ വിശ്വസിക്കുന്നല്ല പറഞ്ഞത്. അതിന്റെയൊക്കെ പിന്നിൽ നല്ല ആലോചനയും ശ്രദ്ധയും ചിന്തയും കൊടുത്തിട്ട് എന്നാ പറഞ്ഞത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് വായിച്ചെടുക്കാനല്ല, ചിന്തിച്ചു മനസ്സിലാക്കാൻ നാം എളുപ്പമാക്കിയിരിക്കുന്ന ഗ്രന്ഥമാണ്. ആരെങ്കിലും ഉണ്ടോ ചിന്തിക്കാൻ? ഖുർആന്റെ ചോദ്യം അത് എന്നോടാണ്, നിങ്ങളോടാണ്. ആ ചിന്ത എത്രമാത്രം വ്യാപകമായി കടന്നു പോകുന്നു അവിടെയൊക്കെ പടച്ചറബ്ബൻ എങ്ങനെ കാണും? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടുപോകാനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാണ്. ഭൂമി ഒരുപാട് ചിന്തിക്കാൻ ഞാൻ പോകുന്നില്ല, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല, അവസാനിപ്പിക്കാൻ. ആകാശങ്ങളും ഭൂമിയും രാവും പകലും മാറി മാറി വരുന്ന വ്യതിചലനങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഒട്ടനേകം ദൃഷ്ടാന്തങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു പടച്ച റബ്ബ്. എന്നിട്ട് പറയുന്നുണ്ടാ, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, നേർക്കുനേരെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് പടച്ച റബ്ബിലേക്ക് എത്തും. അവരുടെ ഓരോ ചലനങ്ങളും നിൽക്കുകയാവട്ടെ, ഇരിക്കുകയാവട്ടെ, കിടക്കുകയാവട്ടെ, അവിടെയൊക്കെ അവരുടെ മനസ്സിലുള്ള ചിന്ത പടച്ച റബ്ബിനെ കുറിച്ചാണ്. അതിങ്ങനെ എത്തിയിട്ട് അവിടെ എത്തും. അവരവസാനം പ്രാർത്ഥിക്കും, റബ്ബന റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഇതൊന്നും നീ വെറുതെ പഠിച്ചതല്ല, ഇതൊന്നും നീ വെറുതെ പഠിച്ചതല്ല, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. ആ ഒരു വാചകം കൂടി ചേർത്ത് വായിച്ചു നോക്കൂ. ചിന്തിക്കുന്നവന്റെ, പഠിക്കുന്നവന്റെ, ആലോചിക്കുന്നവന്റെ പ്രാർത്ഥന പടച്ച റബ്ബിലേക്കായിരിക്കും, വേറെ വഴിക്കും പോല. 2, ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. അത് നിസ്സാര സംഗതിയല്ല പറഞ്ഞത്. എന്താ? അപ്പൊ അള്ളാഹു തന്നെ ദുനിയാവിൽ നടപ്പിലാക്കേണ്ട പല ശിക്ഷകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കട്ടവന്റെ കൈ മുറിക്കണം, വ്യഭിചരിച്ചവനെ അടിക്കണം, അല്ലെ? അങ്ങനെ പല ശിക്ഷകളും, കൊന്നവനെ കൊല്ലണം. പക്ഷേ തീ കൊണ്ടുള്ള ശിക്ഷ ദുനിയാവിൽ പറയുന്നില്ല. പരലോകത്തെ ശിക്ഷ പ്രധാനമായും തീ കൊണ്ടാണ്. എന്താ കാരണം? നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കി. ഒരു മനുഷ്യനെ 1000 അടി അടിക്കാൻ കോടതി വിധിച്ചു. ഒരാളെ ഏൽപ്പിക്കും, അടിച്ചു. ഒരു 50 അടി മര്യാദയ്ക്ക് കിട്ടുമ്പോഴേക്ക് അയാൾ ബോധം കെട്ട് വീഴും. അടി കിട്ടിയാൽ, അല്ലേ? അൺകോൺഷ്യസ് ആയി. ബാക്കിയുള്ള 950 അടിയും വേസ്റ്റാണ്. ചിലപ്പോൾ അടി കിട്ടിയാലങ്ങ് മരിച്ചുകയും ചെയ്യും. ഈ 950 അടി ആ മനുഷ്യനെ അറിയുന്നില്ല, 50 അടി മാത്രമേ അറിയുള്ളൂ. എന്നാൽ അതേ മനുഷ്യന് തീ പിടിച്ചാലോ? ഡ്രസ്സിന് തീ പിടിച്ചു, ശരീരത്തിലേക്ക് പടർന്നു, കത്തിക്കൊണ്ടിരിക്കുക. 95% ശരീരഭാഗങ്ങളും കത്തിക്കഴിഞ്ഞാലും അൺകോൺഷ്യസ് ആവില്ല. ജീവനുണ്ടോ? ആള് കോൺഷ്യസ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ തീപ്പൊള്ളിലേക്ക് മരിക്കുന്ന മിക്ക ആളുകളുടെയും മരണമൊഴി കിട്ടാറുണ്ടല്ലോ. മരണമൊഴി പോലീസിനെ കണ്ട് സംസാരിക്കുന്നുണ്ടാ? സംസാരിക്കാൻ കഴിയും. നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹപ്രവർത്തകൻ അഷ്റഫ് യൂണിവേഴ്സിറ്റിയിൽ അഷ്റഫ് പൂക്കിപ്പറമ്പ് ദുരന്തത്തിൽ ബന്ധു മരിച്ചതാണ്. പക്ഷേ അവിടുന്ന് മരണപ്പെട്ടില്ല. ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ചേളയിലെത്തുമ്പോൾ രണ്ടുപേരും നിർത്താൻ പറഞ്ഞു. ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്, അസീസ് അവിടെ ഉണ്ട്, ഒന്ന് വിളിക്കുന്നു. അസീസ് വന്നു. ഈ ആളെ മനസ്സിലാവുന്നില്ല, മുഖമടക്കം ശരീരം മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ അഷ്റഫാണ്. അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പറഞ്ഞു. ആശുപത്രിയിലെത്തി. ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് അതൊരു വലിയ സംഗതിയാണ്. തീ കൊണ്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് അത് അനുഭവിക്കുവാൻ തുടങ്ങിയത് മുതൽ ഒന്ന് തീ അണയുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ അണയുന്നത് വരെ അതിന്റെ ആ പ്രയാസങ്ങൾ അനുഭവിക്കും ദുനിയാവ് തന്നെ. പിന്നെ പരലോകത്തിലെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ടാ വഖിനാ അദാബന്നാർ ആ പ്രാർത്ഥന നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് അർത്ഥവത്താകണമെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും പരലോക ബോധത്തോടെ, പടച്ചവനെ കുറിച്ചുള്ള ബോധത്തോടെ, വിശുദ്ധ ഖുർആൻ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ആണും പെണ്ണും കുട്ടികളും കുടുംബങ്ങളും ബാധ്യസ്ഥരാണ് എന്ന ബോധത്തോടെ
മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ സൂചിപ്പിച്ച വാചകം അവിടെയും ആലോചനയാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഭിന്നചേരികളിൽ വളർന്നു വന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നായി ജീവിക്കുന്നു എന്നത് പടച്ചറബിന്റെ അത്ഭുതകരമായിരിക്കുന്ന ദൃഷ്ടാന്തമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു നിക്കാഹ് ഖുത്ബയിലെ ഇങ്ങനെ കേട്ടൊഴിവാക്കാൻ വേണ്ടി മാത്രമുള്ള ആയത്തല്ല, ആലോചനകൾ ഒരുപാട് വെക്കാനുള്ളതാണ്. ആ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ, അത് സമ്പന്നമാക്കാൻ, സമ്പൂർണ്ണമാക്കാൻ, ശാന്തവും സ്വസ്ഥവും മനോഹരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് ആ മേഖലയിൽ ഖുർആൻ വരച്ചു വെച്ച. അവിടെ മാതാവിനൊരു സ്ഥാനമുണ്ട്, ഭാര്യയ്ക്കൊരു സ്ഥാനമുണ്ട്, സഹോദരനൊരു സ്ഥാനമുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന പിതാവ്, ഞാനെന്ന മകൻ, ഞാനെന്ന സഹോദരൻ, ഞാനെന്ന ജ്യേഷ്ഠൻ, ഞാനെന്ന അനുജൻ, ഞാനെന്ന കുടുംബക്കാരൻ, ഞാനെന്ന അയൽവാസി, ഞാനെന്ന മനുഷ്യൻ, ഞാൻ എത്തിയിരിക്കുന്ന ഒരുപാട് സ്ഥാനങ്ങളിൽ ഞാൻ ആരായിരിക്കണമെന്ന് കൃത്യമായി, കണിശമായി, വ്യക്തമായി ജനനം മുതൽ മരണം വരെ, ശൈശവം മുതൽ വാർദ്ധക്യം വരെ എന്നെക്കുറിച്ച് എന്റെ ഖുർആൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ, അത് കേൾക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ശാന്തമായ സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാവും, സാമൂഹ്യ ജീവിതം ഉണ്ടാവും. പരസ്പര ബന്ധത്തോടെ സൗഹാർദ്ദപൂർവ്വം ഒരുമിച്ചൊന്നായി ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ കഴിയുന്ന നല്ലൊരു ബന്ധം എല്ലാ കുടുംബങ്ങളും ഉണ്ടാവാനും വേണ്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പഠനമാണ്, ആലോചനയാണ്, അന്വേഷണമാണ്. ഖുർആൻ മുസാബക്ക എന്ന ഒരു മത്സര പരീക്ഷയിലെ മാർക്കുകൾക്കപ്പുറത്ത് ജീവിതം എന്ന പരീക്ഷയിൽ വിജയിക്കാൻ, പരലോകത്ത് ആ മാർക്ക് വാങ്ങാൻ, സ്വർഗപൂങ്കാവനത്തിൽ സന്തോഷപൂർവ്വം കുടുംബസമേതം എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആന്റെ ചോദ്യം വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് ചിന്തിച്ചു മനസ്സിലാക്കാൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ചിന്തിക്കാൻ? ഈ ചോദ്യം എന്നോട്, നിങ്ങളോട്, നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.